Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Walhamdulillahi alladhi hadana li nurihi wa ahyana bi nuri habibi. Allahumma salli ala sayyidina Muhammadin sahibil maqamil ala wa ala warasati talina bil ufqil ula. Rabbi adkhilni mudkhala sidqin wa akhrijni mukhraj sidqin waj'al li min ladunka sultanan nasira. Laqad ja'akum rasulun min anfusikum azizun alayhi ma antum harisun alaykum bil innufur rahim. Fa in tawallu faqul hasbiyallahu la ilaha illa huwa alayhi tawakkaltu wa rabbil arshil azim. പ്രിയപ്പെട്ട സുൽത്താനുകളെ, വളരെ അനുഗ്രഹീതമായ മനോഹരമായ ഇഷ്കിൻ്റെ വസന്തങ്ങൾ പൂത്തു നിൽക്കുന്ന ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സദസ്സിൻ്റെ മഹത്വവും ഈ സദസ്സിൻ്റെ ഈ കൂട്ടത്തിൻ്റെ അനുഗ്രഹപൂർണിമയും നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആ ഒരു സ്നേഹവാത്സല്യത്തിലായി അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിലെ ധൂളികൾ നക്ഷത്രങ്ങളെക്കാൾ തിളങ്ങിയ ഒരു രാവുണ്ടായിരുന്നു. മൗനത്തിൻ്റെ കറുത്ത ഉടയാടെ അണിഞ്ഞ ആ രാത്രിയിൽ വിണ്ണിലെ കവാടങ്ങൾ ഓരോന്നോരോന്നായി തുറക്കപ്പെട്ടു. അത് കേവലം ഒരു യാത്ര മാത്രമായിരുന്നില്ല, മറിച്ച് പദാർത്ഥത്തിൻ്റെ തടവറയിൽ നിന്ന് ആത്മാവ് അതിൻ്റെ സകല ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അനന്തതയിലേക്ക് നടത്തിയ ഒരു വിപ്ലവമായിരുന്നു. അന്ന് ആ രാവിൻ്റെ നെഞ്ചിൽ ഒരു കവിത വിരിഞ്ഞു. മക്കയുടെ മണ്ണിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് വെളിച്ചത്തിൻ്റെ ബുറാക്കിലേറി അവിടുന്ന് പറന്നുയർന്നു. കാലം അതിൻ്റെ താളുകൾ മടക്കി വെച്ചു. ദൂരങ്ങൾ വെറും നോക്കുകുത്തികളായി മാറി നിന്നു. ഓരോ ആകാശവും ഓരോ അറിവിൻ്റെ ലോകമായിരുന്നു. അവിടെ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പൂക്കളെപ്പോലെ വിരിഞ്ഞു നിന്നു. മാലാകമാർ പ്രകീർത്തനങ്ങളുടെ സംഗീതം പൊഴിച്ചു. ബുദ്ധി ആശ്ചര്യപ്പെട്ട് കൈകൂപ്പി നിന്നു. കാരണം യുക്തികൾക്കപ്പുറത്തുള്ള പ്രണയത്തിൻ്റെ ചിറകുകളേറിയായിരുന്നു ആ യാത്ര. ആകാശങ്ങൾ ഏഴും കടന്നുപോയ ആരാവ്, നക്ഷത്രങ്ങൾ തൊഴുതു നിന്ന ആ മഹാരാവ്, അവിടെ വാക്കുകൾക്ക് അർത്ഥം നഷ്ടമായി. അവിടെ ശ്വാസത്തിന് സുഗന്ധം കൈവന്നു. ജിബ്രീലിൻ്റെ ചിറകുകൾ തളർന്നുപോയി. പക്ഷേ പ്രണയം തളരാതെ മുന്നോട്ട് തന്നെ പോയി. സിദ്റത്തുൽ മുൻതഹി എന്നറിയപ്പെടുന്ന അതിരുകളുടെ വൃക്ഷത്തിന് താഴെ എത്തിയപ്പോൾ പ്രപഞ്ചം മുഴുവനും നിശ്ചലമായി. അവിടെ ഞാൻ എന്നോ നീ എന്നോ ഉള്ള വേർതിരിവുകൾ സമ്പൂർണമായി ഇല്ലാതായി. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ മഹാ കൂടിക്കാഴ്ചയെ എങ്ങനെ വർണ്ണിക്കാനാണ്? ഒരു തുള്ളി സമുദ്രത്തിൽ ചേരും പോലെ, നിഴൽ വെളിച്ചത്തിൽ മായും പോലെ, രണ്ട് വില്ലുകൾ ചേർത്ത് വെച്ചൊരു വൃത്തമായി അന്ന് പ്രണയം അതിൻ്റെ പൂർണ്ണത കണ്ടു. അവിടെ കണ്ടതൊന്നും നമുക്ക് പറയാനാവില്ല, അവിടെ കേട്ടതൊന്നും നമുക്ക് പാടാനാവില്ല. കണ്ണുകൾ കണ്ടത് ഹൃദയം നിഷേധിച്ചില്ല, ഹൃദയം കണ്ടത് കണ്ണുകൾക്ക് താങ്ങാനുമായില്ല. ആ അനുഭൂതിയുടെ പരകോടിയിൽ ലയിച്ചിരിക്കാനല്ല, മറിച്ച് അവിടുന്ന് ആഗ്രഹിച്ചത് ആ വെളിച്ചത്തിൻ്റെ ഒരു തിരുനാളം മണ്ണിലെ ദുഃഖിതരായ മനുഷ്യകുലത്തിനും സമ്പൂർണമായി പകർന്നു നൽകാനാണ് അവിടുന്ന് ആ മഹായാത്ര കഴിഞ്ഞ് തിരികെ വന്നത്. ആ മടക്കയാത്രയാണ് ഏറ്റവും വലിയ മിഅ്റാജ്. മിഅ്റാജിനെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുന്നതും ആ മടക്കയാത്രയായിരുന്നു. സ്വർഗത്തിൻ്റെ സുഗന്ധം നിറഞ്ഞ വസ്ത്രങ്ങളുമായി വെളിച്ചത്തിൻ്റെ തൂവലുകൾ വിതറിക്കൊണ്ട് അവിടുന്ന് തിരികെ വന്നു. പ്രിയപ്പെട്ടവര്, ഓരോ വിശ്വാസിക്കും തൻ്റെ നിസ്കാരത്തിൽ അള്ളാഹുവിലേക്കൊരു മഹാമിഅ്റാജ് സമ്മാനിക്കാൻ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മിഅ്റാജിന് കാത്തിരിക്കുകയാണ്. നമ്മൾ ഹൃദയത്തിലെ അന്ധകാരത്തെ ഇലാഹി പ്രണയം കൊണ്ട് കീഴടക്കിയാൽ നമുക്കും ആ ആകാശയാത്രകൾ സാധ്യമാകും. കാരണം അള്ളാഹുവിൻ്റെ സിംഹാസനം ആകാശത്തല്ല, വിനയമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇസ്രായിനെയും മിഅ്റാജിനെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. പ്രിയപ്പെട്ട അസ്കർ മഹബൂബി തൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ, ശരീരം കൊണ്ടായിരുന്നോ ആത്മാവ് കൊണ്ടായിരുന്നോ
സ്വപ്നത്തിലായിരുന്നോ യാഥാർത്ഥ്യത്തിലായിരുന്നോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ നിസ്സംഗമായ അർത്ഥരഹിതമായ ഒരു ആശയതലത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥമായ മിഅ്റാജിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ സംസാരം ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഏറ്റവും മനോഹരമായ മിഅ്റാജിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം കൊണ്ടാണ്. അവിടുന്ന് പലപ്പോഴായി പറയുന്നൊരു വാക്കാണ്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനേകായിരം മിഅ്റാജുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മത്തിന് വേണ്ടി നടത്തിയത് ആയിരുന്നു ഈ പ്രത്യേകമായി റജബ് 27 അല്ലെങ്കിൽ 27-ാം രാവിൽ നാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മിഅ്റാജ്. അത് അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി തന്നെ നടത്തിയതായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് അവിടുന്ന് എപ്പോഴും ഈ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അത്യുന്നതമായ അഗാധമായ ജ്ഞാനതലങ്ങളെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിലേക്ക് അതിനെ സംക്ഷിപ്തമായി അവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. മിഅ്റാജ് പോയി എന്നതല്ല അത്ഭുതം, മറിച്ച് ആ അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കൊടിയിലും പ്രിയപ്പെട്ട തൻ്റെ ഉമ്മത്തിനു വേണ്ടി ആ മിഅ്റാജ് സമ്പൂർണമായി സമ്മാനിക്കാനായി അവിടുന്ന് തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതമെന്ന് അവിടുന്ന് നമ്മോട് പലപ്പോഴായി ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംസാരത്തിനെ കുറിച്ച് അസ്കർ മഹബൂബി പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ചരിത്ര വശങ്ങളാണ് കൂടുതലായി സംസാരിക്കേണ്ടതെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചിരുന്നു. കാരണം ഇതിൻ്റെ അത്യുന്നതമായ ആത്മജ്ഞാന വശങ്ങൾ നമ്മുടെ സ്വാഭാവികമായ ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. എന്നതിനപ്പുറം ഉസ്താദ് എപ്പോഴും പറയുന്നത് പോലെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് സംസാരിക്കേണ്ടത്. നാം ഈ പറയുന്നതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ ചികഞ്ഞെടുത്ത ക്രോഡീകരിച്ച കുറച്ചു പോയിന്റുകൾ മാത്രമാണ്. പക്ഷേ അതിനപ്പുറം യഥാർത്ഥമായ മിഅ്റാജിന്റെ സർവ മുഅ്മിനീങ്ങളും സാന്നിധ്യം അറിയിച്ച സർവ മുഅ്മിനീങ്ങളും അവരുടെ കണ്ണുകൾ ഒരുപോലെ പോലും കണ്ണിമ വെട്ടാതെ വളരെ സാഗൂതം ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഉത്സാഹത്തോടുകൂടി അവർ അനുഭവിച്ച ആ ഒരു മിഅ്റാജാണ്. പക്ഷെ ആ മിഅ്റാജ് നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. നമുക്കൊരിക്കലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അതൊരിക്കലും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ പ്രധാനമായും ഇതിൻ്റെ ചരിത്ര ഭാഗങ്ങൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഖുർആനിലും ഹദീസുകളിലൂടെയും ഒക്കെ നോക്കുമ്പോൾ അനേകം വിശദീകരണങ്ങൾ, പ്രത്യേകിച്ച് ബുഖാരി, മുസ്ലിം തുടങ്ങിയ പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ, അതുപോലെ ഏകദേശം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇസ്രായിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും അനേകം വിശദീകരണങ്ങളും ചരിത്ര സംഭവങ്ങളും പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മിഅ്റാജ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധം 5 വക്ത് നിസ്കാരം എന്നുള്ളത് എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായി നാം അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്നത് എന്നതുപോലെ തന്നെ മിഅ്റാജ് എന്ന സംഭവം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട അനിഷേധ്യമായ ഒരേടായി സർവ്വ ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അള്ളാഹു തൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇസ്രാഇനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. തൻ്റെ ദാസനെ ആ രാത്രിയിൽ അള്ളാഹു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ രാപ്രയാണം നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അതിൻ്റെ ആ ഒരു മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാം പരിശുദ്ധമാക്കിയിരിക്കുന്നു, ബർക്കത്താക്കിയിരിക്കുന്നു, അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. എന്തിനായിരുന്നു കൊണ്ടുപോയത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അവിടത്തേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അള്ളാഹു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത്. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. സൂറത്തുൽ ഇസ്രാ എന്നൊരു സൂറത്ത് തന്നെ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അതിൻ്റെ തുടക്കം സുബ്ഹാന എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ വചനം കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് പിന്നീട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്ന ആ ഒരു ഉന്നതമായ സ്ഥാനം വിശദീകരിച്ചു കൊണ്ടൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ആത്മീയമായ വശങ്ങളിൽ പ്രത്യേകിച്ച് ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളെ പോലെയുള്ളവരൊക്കെ അനേകം വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ മിഅ്റാജിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇസ്രായിനെ കുറിച്ചിട്ടുള്ള ആയത്തായിരുന്നു. മിഅ്റാജിനെ കുറിച്ച്
അള്ളാഹു സൂറത്തുൻ നജ്മിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവ ബിൽ ഉഫുഖിൽ ആല സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. എന്നിട്ട് അദ്ദേഹം അത്യുന്നത മണ്ഡലത്തിലായി. ഇത് അധിക തഫ്സീറുകളിലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ആ ഒരു അദ്ദേഹം എന്ന് പറയുന്നത്. തനത് രൂപത്തിൽ നിലകൊണ്ടു, പിന്നെ കൂടുതൽ അടുത്തു, സമീപസ്ഥനായി. അങ്ങനെ പിന്നെ അള്ളാഹുവിനെ ഈ ഒരു സുമ്മ ദനാ ഫതദല്ല എന്ന് പറയുന്ന ആ ഒരു ആയത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ച് ആ ഒരു ഹളീറത്തിൽ ഖുദ്സിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഒരുമിച്ച ആ ഒരു സംഭവത്തെ കുറിച്ച് അങ്ങനെ രണ്ട് വില്ലുകളുടെ എത്രയോ അടുത്തു നിന്നു. തത്സമയം അള്ളാഹു തന്റെ അടിമ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധനം നൽകേണ്ടതൊക്കെയും അല്ലെങ്കിൽ വഹി നൽകേണ്ടതൊക്കെയും അറിയിച്ചു കൊടുത്തു. ഇവിടെ ഈ ഖാബ ഖൗസൈനി എന്ന് പറയുന്നതൊക്കെ ആത്മീയമായ യാത്രയിലെ അതിമനോഹരമായ ഒരു സങ്കേതമായി നമ്മൾ അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ ആയത്തിന്റെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വലഖദ് റആഹു നേരത്തെ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. ഇത് വലഖദ് റആഹു ബിൽ നസ്ലത്തൻ ഉഖറ, ഇവിടെയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. വലഖദ് റആഹു നസ്ലത്തൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ ഇദ് യാശ സിദ്റത മാ യാശ മാ സാഗൽ ബസറു വമാ ത ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. ഇതും സൂറത്തുൻ നജ്മിൽ അല്ലാഹു മിഅറാജിന്റെ അനുഭവങ്ങളെ വിശദീകരിക്കും. ഞാൻ ഇതിങ്ങനെ ആയത്തും ഹദീസും ഒക്കെ ഇങ്ങനെ പ്രത്യേകമായി പറഞ്ഞത് ഇതൊക്കെയും ഇതിന്റെ ചരിത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ അനിഷേധ്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാകാനാണ്. ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രാവശ്യവും അവിടുത്തെ കണ്ടിട്ടുണ്ട്, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച്. അതിന്റെ അടുത്താണ് ജന്നത്തുൽ മഅവ, അഭയസ്ഥാനമായ സ്വർഗമുള്ളത്. ആ സിദ്റത്തിനെ ആവരണം ചെയ്യുന്നതെല്ലാം അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി പിന്നീട് അള്ളാഹുവിനെ കാണുന്ന, അള്ളാഹുമായുള്ള ആ ഒരു പരിശുദ്ധമായ ലിഖാഇന്റെ ഹളീറത്തുൽ ഖുദ്സിൽ സിദ്റത്തുൽ മുൻതഹയും കടന്ന് ഹളീറത്തുൽ ഖുദ്സിൽ അള്ളാഹുമായി ഉള്ള ആ ഒരു സമാഗമത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അത് പരിധി വിട്ടുപോയിട്ടുമില്ല. തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അവിടെ നിന്ന് കാണുകയുണ്ടായി. ആയാത്ത് റബ്ബിഹിൽ കുബറ എന്നുള്ളതിനൊക്കെ അനേകം വിശദീകരണം. എന്തായിരുന്നു ആ ആയത്ത്, എന്താണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എന്നതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ ഇനി ഇതിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൽ പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് പോയി എന്നുള്ളത്. ഇപ്പൊ മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ കാണുന്ന ആ ഒരു സ്വർണ്ണക്കുബ്ബയുള്ള ആ ഒരു മസ്ജിദിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാനായി കുറച്ച് AI ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും മസ്ജിദുൽ അഖ്സ എന്ന് നമ്മൾ എവിടെ പ്രോംപ്റ്റ് കൊടുത്താലും ആ ഒരു പള്ളിയാണ് നമ്മൾ എപ്പോഴും കാണുക. ഇതാണ് അഖ്സ സമുച്ചയം എന്ന് പറയുന്ന, അൽ അഖ്സ കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് ഇത് മുഴുവൻ. ഈ ഒരു വലിയ ഒരു സെറ്റ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന അതല്ല, മറിച്ച് ഈ ഒരു വലിയ ഒരു സമുച്ചയമാണ്. ഇതിലെ ഈ പള്ളിയാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അത് മറ്റുള്ളത് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നതാണ്. ഇത് മുഴുവനാണ് മസ്ജിദ് അഖ്സ സമുച്ചയം. ഇവിടെ അതാണ് ഡോം ഓഫ് റോക്ക് അല്ലെങ്കിൽ ഖുബ്ബത്തു സഖറ എന്ന് പറയുന്നത്. ഇതാണ് മസ്ജിദുൽ അഖ്സ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ സമുച്ചയത്തിലെ അനേകം ബിൽഡിങ്ങുകൾ അതിലുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് ആ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. കാരണം ഇത് മസ്ജിദുൽ അഖ്സയുടെ ഒരുപോലെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ പ്രത്യേകമായ വളരെ പിന്നെ കുൽസിതമായ അല്ലെങ്കിൽ കുതന്ത്രത്തിലൂടെയാണ് സത്യത്തിൽ ഈ ഡോം ഓഫ് റോക്കിനെ മസ്ജിദുൽ അഖ്സ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പരിചയപ്പെടുന്ന രീതിയിൽ അതിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ സംഭവിച്ചത്. സത്യത്തിൽ ഈ ഒരു നമ്മൾ രണ്ടാമത് കാണുന്ന ഇതാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ. കഅബ കഴിഞ്ഞ് 40 വർഷം, നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം ചെറുതായിട്ട് അതിലിപ്പോ ഇവിടെ സമയം ശ്രദ്ധിക്കില്ല, പറഞ്ഞാൽ മതി, റാഫിണ്ടല്ലോ. അപ്പോൾ മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞാല്, കഅബ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷമാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടത്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോ അല്ലെങ്കിൽ മലക്കുകളോ ആണ് കഅബ നിർമ്മിച്ചത് എന്നാണ് അതിന്റെ അടിത്തറ. കഅബ അല്ല, മസ്ജിദുൽ അഖ്സയുടെ അടിത്തറ പാകിയത് എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് BC 950 ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അത് ആ ഒരു വിപുലമായി ഈ പള്ളി പുതുക്കി പണിയുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നമ്മൾ ഇന്നത്തെ ഒരു സംസാരം
വികാര വിജൃംഭൃതമായ അല്ലെങ്കിൽ ആവേശോജ്വലമായ അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ എന്താണ് പറയാ, നമ്മുടെ ഹൃദയങ്ങളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൈഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതൊരു ക്ലാസ്സിനെ പോലെ സംസാരിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എത്രത്തോളം അത് എഫക്റ്റീവ് ആവോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സംസാരം കഴിഞ്ഞ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അത് ഇത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിലും ഒക്കെയും നിങ്ങൾക്ക് എന്തായാലും പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട അസ്കർ മോബിയോ ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് കഅബക്ക് 40 വർഷങ്ങൾക്ക് ശേഷം മലക്കുകളാണ് എന്നും അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അതിന് അടിത്തറ പാകിയത്. പിന്നീട് BC 950 ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ പള്ളി വിപുലമായി ഇതാക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന വെള്ളി നിറത്തിലുള്ള ആ ഒരു താഴികക്കുടം അല്ലെങ്കിൽ ആ ഒരു കുബ്ബ, അത് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അതിന്റെ പണി തുടങ്ങുന്നത്. പിന്നീട് അമവി ഖലീഫയായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ AD 705 ഈ കാണുന്ന രീതിയിൽ അതിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നീട് നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ ഒരു സ്വർണ്ണ കുബ്ബത്തു സ്വഹ്റ, അതായത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിഅ്റാജ് യാത്ര തുടങ്ങിയ ആ ഒരു പാറയുള്ള സ്ഥലത്തിനാണ് കുബ്ബത്തു സ്വഖ്റ. അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു താഴികക്കുടം നിർമ്മിച്ചത്. അതാണ് കുബ്ബത്തു സ്വഖ്റ. അത് മസ്ജിദുൽ അഖ്സയല്ല, അതും ഈ അമവി ഖലീഫയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ അദ്ദേഹമാണ് ആ ഒരു കുബ്ബത്തു സ്വഖ്റ നിർമ്മിക്കുന്നത്. അത് ഹിജ്റ 68-72, അതായത് AD 688 691 കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിഅ്റാജ് ആരംഭിക്കുന്നത് ഈ കുബ്ബത്തു സ്വഖ്റയിൽ നിന്നായിരുന്നു, ഈ ഒരു പാറയിൽ നിന്നായിരുന്നു എന്നാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് മസ്ജിദുൽ അഖ്സ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ ഈ ഒറ്റ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ഈ ഒരു അഖ്സ കോംപ്ലക്സിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളി കളറിലുള്ള ആ ഒരു താഴികക്കുടമുള്ള യഥാർത്ഥ മസ്ജിദുൽ അഖ്സ ഒന്ന്, അതിലത്തെ ഒരു ബിൽഡിങ്. അതുപോലെ ആ മധ്യഭാഗത്ത് കാണുന്ന കുബ്ബത്തു സ്വഖ്റ എന്നുള്ള ആ ഒരു പ്രത്യേകമായ ബിൽഡിങ്. അതുപോലെ മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്നത് മസ്ജിദുൽ ബുറാഖ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ലാസ്റ്റ് കാണുന്നതാണ് മസ്ജിദുൽ ബുറാഖ്. ആ മസ്ജിദുൽ ബുറാഖ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ട സ്ഥലമാണ് മസ്ജിദുൽ ബുറാഖ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുഴുവനും മസ്ജിദുൽ അഖ്സയാണ് പരിഗണിക്കുക. ഇത് എവിടെ നിസ്കരിച്ചാലും മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ച പ്രതിഫലമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ സാധാരണ രീതിയിൽ പറയാറുള്ളത്. അപ്പോൾ ബുറാഖിനെ കെട്ടിയിട്ട് അത് മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു കാണാൻ കഴിയും. അതുപോലെ അടുത്തത് മുസല്ല മർവാൻ. മുസല്ല മർവാൻ. ഇത് നമ്മൾ മർവാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമവി ഭരണാധികാരിയുടെ കാലത്ത് പണി കഴിപ്പിച്ച വിശാലമായ ഒരു നിസ്കാര ഹാളാണ്. അതിന് അതുപോലെ ബാബുൽ റഹ്മ, അത് കിഴക്കേ മതിലിന്റെ അവിടെയുള്ള ഇരട്ട കവാടം, അവിടെ അതൊരു പ്രാർത്ഥനാ ഹാൾ അല്ലെങ്കിൽ ഒരു നിസ്കാര സ്ഥലമായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കുബ്ബത്തു സ്വഖ്റയിൽ അതിന്റെ അടുത്ത് നിൽക്കുന്ന മീസാനുകൾ, അവിടെ മുസ്ലിങ്ങളുടെ അവർ ഖബറടക്കിയിരുന്ന അതുപോലെ പല സ്വഹാബികളുടെയും ഖബറുകളുള്ള സ്ഥലമാണ്. അതുപോലെ കുബ്ബത്തുൽ മിഅ്റാജ്, അവിടെയാണ് ഈ ഒരു മിഅ്റാജിന്റെ ഓർമ്മക്കായി നിർമ്മിക്കപ്പെട്ട ഒരു കുബ്ബത്തുൽ മിഅ്റാജ് കൂടി നമുക്കിതിൽ കാണാൻ കഴിയും. ഈ മസ്ജിദുൽ ഖിബ്ല എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സയായിട്ട് കാണുന്നത്. ഇതിന്റെ മറ്റൊരു ഇതാണ്, ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഡോം ഓഫ് ചെയിൻ, അതായത് അവിടുന്ന് തുടങ്ങിയത്. അതുപോലെ ബുറാഖ് വാളിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത് ബുറാഖ് മോസ്ക്, അതുപോലെ കുബ്ബത്തുൽ മിഅ്റാജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ മർവാൻ മോസ്ക്. ഡോം ഓഫ് ചെയിൻ എന്ന് പറയുന്നത് അതന്നെ കുബ്ബത്തു സ്വഖ്റ. അത് അവിടുന്ന് യാത്ര തുടങ്ങിയതിനെ കുറിച്ചിട്ടാണ് അവിടുന്ന് പറയുന്നത്. അതിന് ആ ഒരു രീതിയിൽ തന്നെയാണ് പറയാൻ. എല്ലാ ഭാഗങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മസ്ജിദുൽ അഖ്സയായി തന്നെയാണ് പറയുന്നത്. അതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റത്തിൽ നോക്കി ഒന്നുകൂടി കാണാൻ കഴിയും. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത് ഈ ബുറാഖ് വാൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, വെസ്റ്റേൺ വാൾ, ഇത് ജൂതന്മാർക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബുറാഖ് വാൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബുറാഖിനെ കെട്ടിയിട്ട ആ ഒരു ഭാഗമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുമ്പോഴും അവർ ഇതിനെക്കുറിച്ചിട്ട് വെസ്റ്റേൺ വാൾ എന്ന് പറയുന്നത് അവരുടെ വെയിലിംഗ് വാൾ എന്നാണ്
പിന്നെ ജൂതന്മാർ ഇതിനെ കുറിച്ച് പറയാറ്. അവർ വന്നിട്ട് അവിടെ തല ഇങ്ങനെ അടിച്ച് പൊട്ടിക്കരയുന്ന ജൂതന്മാരുടെ ഏറ്റവും വിശുദ്ധമായ അല്ലെങ്കിൽ അവർ ഏറ്റവും പരിഭാവനമായി കാണുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് മസ്ജിദുൽ അഖ്സ ഇത്രയും ഇഷ്യൂസ് വരാൻ കാരണം. അല്ലെങ്കിൽ പിന്നെ ഇതിൽ ചില പ്രത്യേകമായ വാതിലുകളോടെ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രവേശനം. പലപ്പോഴും ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം എല്ലാ വാതിലുകളും അടച്ച് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രവേശനം പോലും മുസ്ലിങ്ങൾക്ക് പിന്നെ ഇതായി അവർക്ക് നിരോധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഹെരദേവു ചക്രവർത്തി, അതായത് ജൂതന്മാരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയുടെ കാലത്താണ് ഈ വെയിലിംഗ് വാൾ അല്ലെങ്കിൽ ബുറാക്ക് വാൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെയാണ് ഇവരുടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അവർ വന്ന് കരയുകയും അവരുടെ പ്രത്യേകമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ പിന്നെ നിർവഹിക്കുന്നതൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മതിലിനെ ചൊല്ലി അല്ലെങ്കിൽ ഈ ഒരു അക്സ കോംപ്ലക്സിലെ ബിൽഡിങ്ങിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം, അതായത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അക്സ കീഴടക്കിയതിനു ശേഷവും അതുപോലെ പിന്നീട് വന്ന സമയങ്ങളിലും അതിനുശേഷം പിന്നീട് കാലക്രമേണ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് അവർക്ക് തിരിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇസ്രായേൽ വന്നതിന് ശേഷം അനേകം പ്രശ്നങ്ങൾ ഇതിനനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് പ്രത്യേകിച്ചൊരു പിന്നെ കോടതിയിൽ ഇത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തായി അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങളുടെ സ്വത്ത് ജൂതന്മാർ കൈയടക്കി, അല്ലെങ്കിൽ അവര് അതിൽ ഫലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു അക്സ സമുച്ചയം സമ്പൂർണ്ണമായി മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്താണ് എന്ന് കോടതിയിലുള്ള വ്യവഹാരങ്ങൾക്ക് ശേഷം തീർപ്പ് കൽപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അങ്ങോട്ട് പിന്നെ നിരോധിക്കുന്നത് അല്ലെങ്കിൽ അവരെ തടയുന്നത് ഓരോ സമയത്തും പല സമയങ്ങളിലും ഇസ്രായേൽ പട്ടാളക്കാർ അവിടെ വന്ന് നിസ്കരിക്കുന്നവരെയും അവിടെ തറാവി അടക്കം എല്ലാ കാര്യങ്ങളും പിന്നെ നിസ്കാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മളെ പഴയ കാല ഒരു ഭൂമിശാസ്ത്രം. അതായത് ഈ ദൂരം 1300 അല്ലെങ്കിൽ 1400 കിലോമീറ്ററുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. മസ്ജിദുൽ അഖ്സ പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴാണ് 1463 കിലോമീറ്റർ ആണെന്നുള്ള രീതിയിലും പറയാറുണ്ട്. സാധാരണ 16 മണിക്കൂർ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ 16 മണിക്കൂറിലധികം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് സൗദി അറേബ്യയുടെ വടക്കോട്ട് നീങ്ങി ജോർദാൻ വഴി കടന്നിട്ടാണ് ഇങ്ങോട്ട് എത്താവുന്നത്. ഇതിന്റെ ഒരു പഴയ ഭൂപടം പോലെ ഇവിടെ നമുക്ക് മദീനയിലേക്കുള്ള ഒരു വഴി കാണാം. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഈ വർത്തമാന സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള മാപ്പിന്റെ ഒരു ഇതാണ്. ഏകദേശം 2000 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മളെ പല കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഇത് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ ഈ അക്സ മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം. അതായത് ഇത് പഴയ നമ്മൾ നേരത്തെ കാണിച്ചത് ഏറ്റവും പഴയ കാലത്തുണ്ടായിരുന്നിട്ടുള്ള ഒരു റൂട്ട്. ഇപ്പോൾ റൂട്ട് വേറെ കുറെ മാറുമല്ലോ. അപ്പൊ ഇതിന്റെ ഒരു റൂട്ടിന്റെ പ്രത്യേകത നമ്മൾ ഇനി പറയുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലേപ്പാണല്ലോ ആഴ്ചകളും മാസങ്ങളും എടുക്കും ഒരു യാത്ര കഴിഞ്ഞിട്ട് അവർ എത്താൻ പലപ്പോഴും പല രീതിയിലുള്ള. അതുപോലെ വ്യത്യസ്തമായ റൂട്ടുകളിലേക്ക് പോകുന്ന ജംഗ്ഷനുകൾ സമ്മേളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇനി പിന്നെ ഇതിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മസ്ജിദുൽ അഖ്സ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ഇത്രത്തോളം പ്രാധാന്യത്തോടെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച്, ഇസ്രായിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇസ്രാ മിഅ്റാജിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും നമ്മളെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഹൃദയങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം എത്രത്തോളം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തന്നോട് ചേർത്ത് വെച്ചു എന്നുള്ളതും, അല്ലെങ്കിൽ ആ ഒരു പ്രണയം, ആ ഒരു സ്നേഹം, ആ ഒരു വാത്സല്യം അവിടുത്തെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, അവിടുത്തെ തന്നിലേക്ക് അണച്ചു വെച്ചുകൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ വളരെ ഉദാത്തമായ, അമൂല്യമായ, അനിർവചനീയമായ ഒരു അനുഭവങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഇസ്രായിന്റെ ചരിത്ര പശ്ചാത്തലം ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ നുബൂവത്തിന്റെ 10ാം വർഷമാണ് ഈ ഒരു മിഅ്റാജ് അല്ലെങ്കിൽ ഇസ്രാ സംഭവിക്കുന്നത്.
അപ്പോൾ ഇതിന്റെ ഈ നുബുവത്തിന്റെ 10-ാം വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആമുൽ ഹുസ്ന് അല്ലെങ്കിൽ ദുഃഖവർഷം എന്നാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമ അവിടുത്തെ സഹധർമ്മിണിയായിരുന്ന ഉമ്മുന സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അവിടുന്ന് യാത്രയായത് ഈ മാസമായിരുന്നു. അതുപോലെ അവിടത്തേക്ക് താങ്ങും തണലുമായി അവിടത്തേക്ക് വളരെ ഒരു വടവൃക്ഷം പോലെ അവിടുത്തെ തണൽ നൽകിയിരുന്ന അബൂ താലിബ് എന്നവരും യാത്രയായത് ഈ ഒരു സമയത്തായിരുന്നു. അടുപ്പിച്ച് അല്ലെങ്കിൽ അടുത്തടുത്ത സമയങ്ങളിലായിരുന്നു അവിടുന്ന് യാത്രയായത്. നമ്മൾ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എത്രത്തോളം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖദീജ ഉമ്മയെ തന്നിലേക്ക് ആ ഒരു സ്നേഹം ആ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ഭാര്യമാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അനുരാഗത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ പേര് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യമായി കടന്നു വരേണ്ടതാണ്. കാരണം മക്കയിലെ ഏറ്റവും സമ്പന്നയായ വ്യാപാരിയായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആരുമില്ലാത്ത ദരിദ്രനായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ എല്ലാവരും കളിയാക്കിയ സമയത്ത് അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തൻ്റെ സ്വത്ത് മുഴുവനും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിക്കൊണ്ട് ഇന്ന് ഞാനാണ് ദരിദ്ര, അവിടെ നിന്ന് ഏറ്റവും ധനികനായ വ്യക്തിയാണ് എന്ന് ആ ശത്രുക്കളുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ സമ്പന്നമാക്കി. പിന്നീട് അവിടുന്ന് നുബൂവത്തിന്റെ തൊട്ടു മുന്നേ ഹിറാ ഗുഹയിൽ അവിടുന്ന് അനേകം ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അവിടുന്ന് ധ്യാനത്തിലിരുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത് അലി റളിയല്ലാഹുവിന് പല സമയങ്ങളും അലി റളിയല്ലാഹു, പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും ഖദീജ റളിയല്ലാഹു തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് 55 വയസ്സാണ് ഖദീജ ഉമ്മക്ക്. നമ്മൾ ഉംറക്ക് പോയി നമ്മളെല്ലാവരും ഹിറാ ഗുഹ കയറിയ സമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും തികട്ടി വരുന്ന, കാരണം അന്ന് ഇതേപോലെയുള്ള റൂട്ട് പോലും ഇല്ലാതെ പാറകൾ മാത്രം നിന്ന സമയത്ത് 55 വയസ്സായ ഖദീജ ഉമ്മ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണമായി 2 നേരം ആ മല കയറിയിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ആളുകളെ വാടകയ്ക്ക് വിളിക്കാൻ കഴിയുന്ന സമയത്ത് പോലും തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് ഖദീജ ഉമ്മ പോയ ആ ഒരു സമയം, അതുപോലെ നുബൂവത്തിന്റെ ആ ഒരു പരിഭ്രാന്തമായ നിമിഷത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്നത് ഖദീജ റളിയല്ലാഹുവിന്റെ അടുത്തേക്കാണ്. സെമ്മിലൂനി എന്ന് പറയുന്ന ആ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെ എന്നിട്ടും ആ ഒരു സമയത്ത് ഖദീജ ഉമ്മ വളരെ വിശ്രുതമായ വിഖ്യാതമായ ഒരു വാചകങ്ങൾ കൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്ന രംഗം ചരിത്രത്തിലെ അതിമനോഹരമായ ഒരു രംഗമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതികമായ ഏറ്റവും വലിയ കരുത്തായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ യാത്രയായത്. അതുകൊണ്ടാണ് ആമുൽ ഹുസ്ന് എന്ന് അതിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ അബൂ താലിബ് എന്നവരെ കുറിച്ച് നമ്മൾ സമയദൈർഘ്യം കൊണ്ട് അബൂ താലിബ് എന്നവരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സമയത്താണ് ആമുൽ ഹുസ്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തന്നിലേക്ക് വിളിക്കുന്നത്. അതുപോലെ അബൂ താലിബ് എന്നവർ യാത്രയായപ്പോൾ അനിയനായ അബൂ ജഹലാണ് ആ സമയത്ത് ഖുറൈശി ഗോത്രത്തിന്റെ തലവനായി വരുന്നതും. അന്ന് ഗോത്ര സംരക്ഷണം എന്നുള്ള രീതിയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും ആക്രമിക്കരുത് എന്ന് അലിഖിതമായൊരു നിയമം ഗോത്രത്തിന്റെ തലവനായ അബൂ താലിബ് എന്നിവിടെ എടുത്തിരുന്നു. അതുകൊണ്ട് ആർക്കും അതിനെ മറികടക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അത് ഗോത്ര തലവൻ എടുത്ത നിയമം ഗോത്രത്തിന്റെ തന്നെ നിയമമായിരുന്നു. പക്ഷേ അബൂ താലിബ് എന്നവർക്ക് ശേഷം അബൂ ജഹൽ ഗോത്ര തലവൻ എന്ന പദവി ഏറ്റെടുത്തപ്പോൾ ഈ ഗോത്ര സംരക്ഷണം എന്നുള്ള ഒരു സംരക്ഷണം അത് എടുത്തു മാറ്റിയതോടുകൂടി വീണ്ടും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായിട്ട് നിസ്സഹായനായ അവസ്ഥ. ഈ സമയത്താണ് ത്വായിഫിലേക്കുള്ള പ്രയാണം സംഭവിക്കുന്നത്. ത്വായിഫിന്റെ അതിക്രൂരമായ വേദനാജനകമായ ആ ഒരു സംഭവങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ഞാൻ ആ ഒരു ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അവിടുന്ന് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഈ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരുന്നതിന് പേടിച്ചിരുന്നു എന്നാണ്. അല്ലാതെ വന്നാൽ സ്വന്തം കുടുംബക്കാർ തന്നെ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും തന്നെ ഉപദ്രവിക്കും എന്ന പേടിയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ഇം ഇബ്നു അദിയ്, അത് അദ്ദേഹം ബനു നൗഫൽ ഗോത്രത്തിന്റെ ഖുറൈശികളിൽ തന്നെ ബനു നൗഫൽ ഗോത്രത്തിന്റെ തലവനായിരുന്നു മുത്ഇം ഇബ്നു അദിയ്. അദ്ദേഹത്തിന്റെ സംരക്ഷണം തേടി. അങ്ങനെ അദ്ദേഹം തന്റെ മക്കളെ മുഴുവൻ വിളിച്ചുകൊണ്ട് നൗഫൽ ഇബ്നു അബ്ദു മനാഫിന്റെ കൊച്ചുമകനായിരുന്ന മുത്ഇം ഇബ്നു അദിയ് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അവരെല്ലാവരും വലിയ പ്രഖ്യാപനം നടത്തി. ജനങ്ങളെ, ഞാൻ മുഹമ്മദിന് സംരക്ഷണം നൽകിയിരിക്കുന്നു, അതിനാൽ ആരും അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന് മക്കയിൽ എല്ലാവരും കേൾക്കെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ഒരു രംഗങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. തൊട്ടു മുന്നേ വരെ
വളരെ സുരക്ഷിതനായിരുന്ന ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടുത്തെ ഭൗതികമായ സംരക്ഷണങ്ങൾ മുഴുവനും ഇല്ലാതാകുന്ന രംഗത്താണ് തൻ്റെ ഗോത്രത്തിൽ നിന്ന് സംരക്ഷണം തേടി ഒരാളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അഭയം തേടേണ്ട ഒരു അവസ്ഥയിൽ പിന്നീട് ഈ മുത്ഇബിന് അദീന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പിന്നെ മുത്ഇബിന് അദീൻ അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് മുസ്ലിം ആവുകയും ഏറ്റവും പ്രമുഖനായ സ്വഹാബിയായി മാറുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സഹായം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ആലോചിച്ചു അല്ലെങ്കിൽ വിലമതിച്ചിരുന്നു എന്നുള്ളത് പിന്നീട് ബദർ യുദ്ധത്തിൽ ഒരുപാട് ശത്രുക്കളെ, പ്രത്യേകിച്ച് ഖുറൈശികളിലെ ശത്രുക്കളെ പിടിച്ചപ്പോൾ ആ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്ഇബിന് അദീ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു തടവുകാരനെ വിട്ടയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ ഞാൻ ആ തടവ് പുള്ളികളെ മുഴുവൻ വിട്ടയക്കുമായിരുന്നു എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ബദറിന്റെ ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സഹായത്തെ വിലമതിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വളരെ ദുഃഖാർദ്രമായ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അള്ളാഹു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, തന്നിലേക്ക് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് എന്നാണ്. ഇതാണ് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഇത് നമുക്ക് ഇസ്രാഇന്റെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയ യാത്രയാണ് ഇസ്രാ എന്നുള്ളതും പിന്നീട് മസ്ജിദുൽ അക്സയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് യാത്രയായതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ ഒരു യാത്രയുടെ ആരംഭം പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് അവിടുന്ന് യാത്ര തുടങ്ങിയത് എന്ന്, അല്ലെങ്കിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ അമ്മായി ആയിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ് അവിടുന്ന് യാത്ര തുടങ്ങിയതെന്ന് രണ്ട് രീതിയിൽ നമുക്ക് ചരിത്രം കാണാൻ കഴിയും. ഇതിനെ ചരിത്രകാരന്മാർ പറയുന്നത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയായിരുന്നു. അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്കുമായി വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് പിന്നീട് അടുത്ത യാത്ര തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങളും ഒന്നു തന്നെയാണ് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ഈ മസ്ജിദുൽ ഹറാമിൽ നിന്നും, കാരണം മസ്ജിദുൽ മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ അത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നായിരുന്നു എന്ന അഭിപ്രായം അതിന് എതിരല്ല. ഇത് ഇശാഇന് ശേഷം ലൈലം മിനൽ മസ്ജിദിൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയിൽ എന്നാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. ഈ ഒരു രാത്രി എന്ന് പറയുന്നത് ഏത് സമയത്താണ് എന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇശാഇനു ശേഷമുള്ള ഒരു സമയത്തായിരുന്നു. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നിരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാതിരാത്രിയോടടുത്ത്, അതായത് നമ്മൾ ഒരു രാത്രിയുടെ രണ്ടാം യാമം എന്നൊക്കെ ഒന്ന് പറയുന്ന ആ ഒരു സമയത്തായിരുന്നു പിന്നെ ഈ ഒരു യാത്ര തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ദിവസം ഇത് റജബ് 27 രാവിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. റബീഉൽ അവ്വലിലാണെന്നും റമളാനിലാണെന്നും നമുക്ക് ഇതൊക്കെ ഞാനിങ്ങനെ പറയാൻ കാരണം ഇത് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ട് ഈ സംസാരത്തിന് ശേഷം ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുമ്പോൾ പിന്നെ സംശയാകുലരാവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെയും ചരിത്രത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ തന്റെ പ്രിയപ്പെട്ട അമ്മായി ആയിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തിക്കൊണ്ട് അവിടുന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളത്തിൽ കഴുകി, അതിനുശേഷം ഇത് ഹലീമ റളിയല്ലാഹു അൻഹയുടെ കൂടെ പാല് കുടിക്കാൻ പോയ സമയത്തും ഈ ഒരു ചരിത്രം നമുക്ക് കാണാം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഈ ഒരു നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളത്തിൽ കഴുകുന്ന ചരിത്രം 2 പ്രാവശ്യം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നീട് ആ കഴുകിയതിന് ശേഷം ഒരു സ്വർണ്ണത്തളികയിൽ ജ്ഞാനവും വിശ്വാസവും, അതിന് ഹിക്മത്തും ഈമാനും കൊണ്ടുവരികയും അത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ നിറച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. എങ്ങനെ എന്നിട്ട് വീണ്ടും പൂർവ്വസ്ഥിതി, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ള ഭാഗമാണ്. കാരണം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും എന്തിനാണ് ജ്ഞാനവും ഹിക്മത്തും നിറക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടത്തേക്ക് ഈ ഹൃദയം കഴുകേണ്ട കാര്യം എന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, മറിച്ച് ചരിത്രത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ ഇതായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്. പിന്നീട് ഇനി ബുറാക്ക് എന്ന വാഹനം, ഈ ഒരു യാത്ര തുടങ്ങുന്നത് ബുറാക്ക് എന്ന വാഹനത്തിലാണെന്ന് നമുക്കറിയാം. ബുറാക്ക് എന്നുള്ളത് ബർക്ക് അഥവാ മിന്നൽ എന്ന അർത്ഥമുള്ള ബർക്ക് എന്ന വാക്കിൽ നിന്നാണ് ബുറാക്ക് എന്ന വാഹനം ഉണ്ടാകുന്നത്. ഈ ബുറാക്ക് എന്ന വാഹനത്തിന്റെ പ്രത്യേകത കണ്ണ് എത്തുന്നിടത്ത് അതിന്റെ കാലെത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആകാശങ്ങളിലേക്ക് അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ
ആ ഒരു കണ്ണെത്തുന്നിടത്തേക്ക് അതിൻ്റെ കാലെത്തുമെന്നായിരുന്നു ബുറാക്കിന്റെ പ്രത്യേകത. അതുപോലെ ഈ ബുറാക്കിന്റെ രൂപമായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ വെളുത്ത് നിറമുള്ള ഒരു മൃഗമാണ്. ബുറാക്കൊക്കെ ഒരുപാട് വിശദീകരണം, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചരിത്രത്തിന്റെ ബാഹ്യമായ രീതിയിൽ നോക്കുമ്പോൾ ഇതെന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഇപ്പോഴും സംശയാകുലരായ രീതിയിൽ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു ചരിത്ര ഭാഗങ്ങളിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാം. കാരണം ബുറാക്കിനെ കുറിച്ചും ഒക്കെ, ബുറാക്കിന്റെ കാലുകളെ കുറിച്ച്, ബുറാക്കിന്റെ കണ്ണിനെ കുറിച്ച്, ബുറാക്കിന്റെ ചെവിയെ കുറിച്ചും ഒക്കെ, അല്ലെങ്കിൽ ബുറാക്ക് എന്ന വാഹനത്തിന്റെ ആത്മീയമായ അർത്ഥങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളെ പോലെയുള്ളവർ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ ഓരോന്നും. അതായത് ഇസ്രായിലെയും മിറാജിലെയും ഓരോ സംഭവങ്ങളും, അതിന്റെ ഓരോ ഇപ്പോൾ സിദ്റത്തുൽ മുന്തയെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഇലകൾ എന്താണ്, അതിന്റെ വേരുകൾ എന്താണ്, അതിന്റെ കായ്കൾ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ, ഇപ്പോൾ സിദ്റത്തുൽ മുന്തയെ കുറിച്ച് ആനയുടെ ചെവിയുടെ പോലെയായിരുന്നു അതിന്റെ ഇലകളെന്നും വലിയ ഭരണികളെ പോലെയാണ് അതിന്റെ കായ്കളെന്നും ഒക്കെ ഹദീസുകൾ കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ എന്താണ് എന്നുള്ളത് അതിന്റെ അറിവിന്റെ തലങ്ങൾ വിശദീകരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അറിവിന്റെ തലങ്ങളുടെ ഒരു 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 ബാഹ്യമായ പ്രതീകാത്മകമായ രൂപങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവ വിശദീകരിക്കപ്പെടുന്നത്. അതൊക്കെ ഒരു യാഥാർത്ഥ്യത്തിൽ അതൊക്കെ ഒരു അഗാധമായ അറിവാണ് എന്നുള്ള ഒരു ആത്യന്തികമായ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ. അല്ലെങ്കിൽ ബുറാക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ജീവിയുടെ പുറത്ത് കയറി പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പിയാൽ ഇതുപോലെ ഒരുപാട് രൂപങ്ങൾ, സ്ത്രീയുടെ രൂപം, മുടിയൊക്കെ ഇട്ടുള്ള അങ്ങനെയുള്ള രൂപം, ചിറകുള്ള രൂപം, ഇതൊക്കെ നമുക്ക് ബുറാക്കിന്റെ രൂപങ്ങളായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ കഴിയും. പിന്നെ മിന്നൽ വേഗത്തിലാണ് അതിന് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ ബുറാക്കിന് ആദ്യം ഒരു വിമുഖത വന്നു എന്നും പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുന്നതമായ സവിശേഷതകളെ കുറിച്ച്, അപൂർവമായ അവിടുത്തെ ആ ഒരു ഔന്നത്യങ്ങളെ കുറിച്ച്, ആരാരും എത്തിപ്പെടാത്ത അവിടുത്തെ സ്ഥാനമാനങ്ങളെ കുറിച്ച് ബുറാക്കിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ബുറാക്ക് സന്തോഷപൂർവ്വം ആ യാത്ര ആരംഭിക്കാൻ സമ്മതിച്ചു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിന്റെ ആ ഒരു ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതുവരെ ഇതിന്റെ ഒരു പശ്ചാത്തലവും ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇസ്രായേലിന്റെ ഒരു ചരിത്രത്തിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുക. നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരു ഡയറക്റ്റ് യാത്രയായിരുന്നു എന്നാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. അതല്ല എന്നുള്ളത് എത്രത്തോളം ആളുകൾക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരെ മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്നുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് 4 or 5 സ്ഥലങ്ങളിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നുണ്ട് എന്നാണ് ചരിത്രം കാണുന്നത്. അത് ഈ ഒരു ഇസ്രായേലിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗലഹു. അതിനു ചുറ്റും അനുഗ്രഹീതമാക്കപ്പെട്ട, ബർക്കത്ത് ചെയ്യപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൊണ്ടുപോയി ലിനുരിയഹു മിൻ ആയാത്തിന, തന്റെ പ്രത്യേകമായ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കുവാനെന്ന് അള്ളാഹു വ്യക്തമാക്കി, അല്ലെങ്കിൽ അള്ളാഹു വിശദീകരിച്ച ഈ ഒരു ഈ ഇസ്രാ സംഭവിക്കുമ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹിജ്റ പോയിട്ടില്ല. അന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ആദ്യമായി പോകുന്നത് മദീനയിലേക്കാണ്. അന്ന് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടില്ല, അന്ന് ഹിജ്റ സംഭവിച്ചിട്ടില്ല. ഇതിനു ശേഷം പിന്നെയും കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാണ് ഹിജ്റ സംഭവിക്കുന്നത്. പക്ഷേ മക്കയിൽ നിന്ന് ആദ്യമായി മദീനയിലെത്തി, മദീനയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അന്ന് നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല എന്നത് കൂടി നമ്മൾ ആലോചിക്കണം. അന്ന് മദീനയിൽ നിസ്കരിച്ചു. പിന്നീട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് തൂരി സീനാ പർവ്വതത്തിലേക്കാണ്. അള്ളാഹുവിനെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ബോധരഹിതനായി വീഴുകയും അങ്ങനെ അള്ളാഹുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആ ഒരു ചരിത്രം പറയുന്ന തൂരി സീന ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിനുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ, അല്ലെങ്കിൽ ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ അല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇവക്കുള്ള ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ദൗത്യ പൂർത്തീകരണത്തിലുള്ള പങ്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കാരണം
മദീനയിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് തൂരിസീന പർവ്വതത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം പോയി അവിടുന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. പിന്നീട് പോകുന്നത് ബത്ലഹേമിലേക്കാണ്. അത് അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ബത്ലഹേമിൽ പോയിട്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിനടുത്തേക്ക് പോയി അവിടെയും നിസ്കരിക്കുന്നുണ്ട്. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ഇത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച്, അത് അക്സ കോമ്പൗണ്ടിന്റെ അടുത്ത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഖബർ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങൾ പറയപ്പെടാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ പല മക്കാമുകളും അവിടെ യഥാർത്ഥത്തിൽ അവിടെ മക്കാമുകളല്ല, മറിച്ച് ഒന്നില്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറൊക്കെ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഇപ്പം ഇങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലെത്തി, അതുപോലെ തൂരിസീന മലയിലെത്തി, ബത്ലഹേമിലെത്തി, പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിലെത്തി. ഇവിടൊക്കെയും നിസ്കാരത്തിന് ശേഷമാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നത്. ഇത്രയും, അതായത് ഒരു ഡയറക്റ്റ് യാത്രയായിരുന്നില്ല, മറിച്ച് ഇത്രയും സ്ഥലങ്ങളിൽ ഇറങ്ങി അവിടെയൊക്കെയും പ്രത്യേകമായ അനുഭവങ്ങളും കാഴ്ചകളും സംഭാഷണങ്ങളും ആശീർവാദങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. ഇവിടെ ഈ പോകുന്ന വഴിയിലും പിന്നെയും അത്ഭുതങ്ങളും ഒരുപാട് ചരിത്രങ്ങളും വിസ്മയകരമായ അനുഭവങ്ങളും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെയുണ്ട്. വഴിയരികിൽ വളരെ സുഗന്ധം വമിക്കുന്ന ഒരിടം കാണുകയും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ബുറാക്ക് ഇത്രയും വേഗതയിൽ പോകുന്ന, മിന്നൽ വേഗതയിൽ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കിലോമീറ്റർ പറയുമ്പോൾ ഒരു 2000 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ മിന്നൽ വേഗതയിൽ പോകുന്ന ബുറാക്കിലേറി പിന്നെ എങ്ങനെയാണ് റസൂൽ എങ്ങനെ പോയത് എന്നുള്ളതും കൂടി ആലോചിക്കണം. അതുപോലെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാക്കിലേറി പോകേണ്ട ആവശ്യം, റസൂൽ തന്നെ ബുറാക്കിനേക്കാൾ വേഗതയുള്ള ആണല്ലോ സത്യത്തിൽ, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം അതിനേക്കാൾ വേഗതയാണല്ലോ. അപ്പൊ അതും എന്തുകൊണ്ടാണ് ബുറാക്ക് കൊണ്ടുവരപ്പെട്ടു, അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ മിന്നൽ വേഗതയിലേക്ക് അപ്പുറം പോകുന്ന ബുറാക്കിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ വഴിയരികിൽ വളരെ മനോഹരമായ, അല്ലെങ്കിൽ വളരെ വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെടുന്ന ഒരിടം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സുഗന്ധം വമിക്കുന്നതെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു. ആ സമയത്താണ് സയ്യിദത്തുന മഷീത്ത റളിയല്ലാഹു അൻഹയുടെയും അവരുടെ മക്കളുടെയും ഖബറുള്ള സ്ഥലമായിരുന്നു. ആരായിരുന്നു സയ്യിദത്തുന മഷീത്ത റളിയല്ലാഹു അൻഹ? അവര് ഫിർഔനിന്റെ വീട്ടിൽ, കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു. ഫിർഔനിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്നതായിരുന്നു അവരുടെ ജോലി. അങ്ങനെ ഒരു ദിവസം മുടി ചീകി കൊടുക്കുന്നതിൽ ചീർപ്പ് കയ്യിൽ നിന്ന് വീഴുകയും ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് ആ ചീർപ്പ് എടുത്ത സമയത്ത് ഫിർഔന്റെ മകൾ ചോദിച്ചു, നിങ്ങൾ എൻ്റെ പിതാവിന്റെ പേരാണോ ഉച്ചരിച്ചത് എന്ന്. അപ്പോൾ മഷീത്ത റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിന്റെ പിതാവിന്റെ അല്ല, നിന്നെയും നിന്റെ പിതാവിനെയും എന്നെയും സർവരെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ പേരാണ് ഞാൻ ഉച്ചരിച്ചതെന്ന് പറയുകയും ആ സമയത്ത് ആ പുത്രി തന്റെ പിതാവിനോട് ഈ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിക്കുകയും അതിക്രൂരമായ രീതിയിൽ ഫിർഔൻ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്, ഈ ഒരു ചരിത്രം തിളച്ച എണ്ണയിലേക്ക് മഷീത്ത റളിയല്ലാഹു അൻഹയുടെ ഓരോ കുട്ടികളെയുമായി വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ടോ എന്ന് ഫിർഔൻ ചോദിക്കുകയും അങ്ങനെ ഓരോ കുട്ടികൾ ആ തിളച്ച എണ്ണയിലേക്ക് വീണ് അവരിങ്ങനെ ജീവനോടെ വെന്തുകൊണ്ടിരിക്കുമ്പോഴും മഷീത്ത റളിയല്ലാഹു അൻഹയോ അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികളോ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. ഒടുവിൽ തന്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കുഞ്ഞിനെയും കൂടി അവരെടുക്കുന്ന സമയത്ത് മഷീത്ത റളിയല്ലാഹു അൻഹയുടെ ഹൃദയം വല്ലാതെ പിടച്ചു എന്നാണ്. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഉമ്മ ഒരിക്കലും വിശ്വാസം കൈവെടിയരുത്, ഇവിടെയും ഉമ്മ അടിയുറച്ചു നിൽക്കണം, ഞാൻ എന്തായാലും ഷഹീദാവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആ പിഞ്ചു കുഞ്ഞ്, അതായത് മുലകൂടി പ്രായത്തിൽ സംസാരിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ നമ്മൾ എണ്ണുന്ന ഒരു കുട്ടിയാണ് ഈ മഷീത്ത റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു പിഞ്ചു പൈതൽ. ആ പിഞ്ചു പൈതലിനെയും തിളച്ച എണ്ണയിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും ഒടുവിൽ മഷീത്ത റളിയല്ലാഹു അൻഹയെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഷഹീദായത്. ആ ഒരു മഷീത്ത റളിയല്ലാഹു അൻഹയുടെയും അവരുടെ മക്കളുടെയും ഖബറുള്ള സ്ഥലത്തു നിന്നായിരുന്നു ആ ഒരു വല്ലാത്ത ആ ഒരു സുഗന്ധം അടിച്ചു വന്നിരുന്നത്. അതായിരുന്നു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. പിന്നീട് മിറാജിലെ കാഴ്ചകളെ പോലെ തന്നെ ഈ ഇസ്രായേൽ, ഇതൊക്കെ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള അനുഭവങ്ങളാണ്. അവിടെയും ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ യാഥാർത്ഥ്യം പ്രതിഫലിക്കുന്ന ഒരു വൃദ്ധയുടെ രൂപം, അതുപോലെ പിശാചിന്റെ സാന്നിധ്യം, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുടെ പ്രതിഫലങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഇതിപ്പോ നമ്മൾ
വളരെ കുറഞ്ഞ സമയത്ത് ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1 മണിക്കൂറായി നിർബന്ധമായും നിർത്തണമെന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ ചരിത്രങ്ങളിലേക്ക് കൂടുതലായി പോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഈ നമ്മൾ സാധാരണ പോലെ മിറാജിൽ പറയുന്നത് പോലെ തന്നെ ഇസ്രായേലും ഉണ്ടായിരുന്നു. അങ്ങനെ മസ്ജിദുൽ അക്സയുടെ മഹാസംഗമത്തെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഗ്രഹീതമായ അത്ഭുതകരമായ യാത്രയുടെ ഒടുവിൽ മസ്ജിദുൽ അക്സയിലേക്ക് എത്തി. അവിടുന്ന് പിന്നെ ബുറാക്കിനെ മറ്റ് ഇതുപോലെയുള്ള ബാറക്കന ഹൗലഹു എന്ന് പറയുന്നത് തന്നെ അനേകം പ്രവാചകന്മാരുടെ മക്കാമുകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഇടമായിരുന്നു മസ്ജിദുൽ അക്സ. അപ്പോൾ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അവരുടെ പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ പിന്നെ ആ ഒരു മണ്ണ്, അവരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ അയവിറക്കുന്ന ആ ഒരു മണ്ണിൽ അവരുടെയൊക്കെ വാഹനങ്ങളെ കെട്ടിയിടുന്ന അതേ വളയത്തിൽ തന്നെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്കിനെ ബന്ധിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ മാനവകുലത്തിലെ ഏറ്റവും മഹത്തായ അത്യുന്നതമായ ഒരു മഹാസംഗമത്തിനായിരുന്നു അൽ അഖ്സ അന്ന് അവിടെ സാക്ഷിയായത്. ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും സന്തോഷകരമായ, ആനന്ദകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ചരിത്രം അന്നവിടെ പിറക്കുകയായിരുന്നു. 1,25,000-ത്തിലധികം അല്ലെങ്കിൽ 24,000-ത്തിലധികം പ്രവാചകന്മാർ മുഴുവനും ആ ഒരു മഹാസംഗമത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാവുകയും അങ്ങനെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എല്ലാവർക്കും ഇമാമായി കൊണ്ട് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പ്രത്യേകം ഓർക്കുക, അന്നും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല. നിസ്കാരത്തെക്കുറിച്ച് പ്രത്യേകമായ ബാഹ്യമായ രീതിയിലുള്ള വഹിയുകളോ അല്ലെങ്കിൽ അറിയിപ്പുകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ചരിത്രം കാണാൻ. എന്നിട്ടും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാം ഓരോ ഇടങ്ങളിലും നിസ്കരിച്ചതുപോലെ അവിടെ നിന്ന് സർവ്വ അമ്പിയാക്കൾക്കും ഇമാമായി കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. ഇവിടെ ഇമാമുൽ അംബിയ എന്ന് ലോകത്തിന് മുമ്പിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ സംഭവങ്ങളെയും, ഈ ബുറാക്കിനെ കെട്ടിയിട്ടതിനെ കുറിച്ച്, അതുപോലെ നബിമാരോട് സംസാരിച്ചതിനെ കുറിച്ച്, പിന്നെ നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചതിനെ കുറിച്ചൊക്കെ ഇബ്നു അറബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ രഹസ്യം. ഇവിടെ ഇമാമുൽ അംബിയ എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ഇതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ നിസ്കാരത്തിന് ശേഷം 2 പാത്രങ്ങൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കി. ഒന്നിൽ പാലും മറ്റൊന്നിൽ വീഞ്ഞുമായിരുന്നു. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാല് തെരഞ്ഞെടുത്തു. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, താങ്കൾ ഫിത്രത്തിന് ഏറ്റവും മനോഹരമായ ആ ഒരു മാർഗത്തെ, ഒരു യാഥാർത്ഥ്യത്തിന്റെ, സത്യത്തിന്റെ, ആ ഒരു സച്ചരിതയുടെ, വിശുദ്ധിയുടെ ആ ഒരു മാർഗം, പാന്താവിനെ, ആ ഒരു പാത്രത്തെ അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കൾ ഇതിനു പകരം വീഞ്ഞാണ് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും വഴി പിഴച്ചു പോകുമായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വ്യക്തമാക്കുന്നത്. അവിടെ നമ്മൾ ഓരോ ഇസ്രായിന്റെയും മിറാജിന്റെയും ഓരോ രംഗങ്ങളിലും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ഉമ്മത്തിനോടുള്ള ഏറ്റവും അദമ്യമായ ആ ഒരു അതിരറ്റ ആ ഒരു വാത്സല്യത്തെ, ആർദ്രതയെ, അനുകമ്പയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ ഇവിടെ ഈ ഒരു സമയത്ത് നമ്മൾ ഇസ്രായിലിന്റെ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഇനിയാണ് നമുക്ക് മിറാജ് സംഭവിക്കുന്നത്. ഇവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയും അവരോട് സംവദിക്കുകയും ഈ ഉള്ള അനുഭവങ്ങൾക്ക് ശേഷം പിന്നീട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിലേക്ക് പോവുകയാണ്. മിറാജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, സത്യത്തിൽ മിറാജ് ബുറാക്കിലൂടെ ആയിരുന്നില്ല മിറാജ് പോയത്. മിറാജ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ട വാഹനമായിരുന്നു ബുറാക്ക്. പിന്നീട് ബുറാക്ക് ഇല്ലാതെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് പോകുന്നത്. മിറാജ് ഈ ബുറാക്കിനെ അവിടെ ആ ഒരു എല്ലാ പ്രവാചകന്മാരുടെയും വാഹനങ്ങളെ കെട്ടിയിടുന്ന ആ ഒരു വളയത്തിൽ ബന്ധിച്ചുകൊണ്ട് അങ്ങനെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടങ്ങുന്നത്. പിന്നീട് തിരിച്ചു വന്ന് ഇതേ ബുറാക്കിലേറി മസ്ജിദുൽ അക്സയിലെത്തി. ഈ ബുറാക്കിലേറിയാണ് എന്ത് ചെയ്യുന്നത്, മസ്ജിദുൽ ഹറാമിലേക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. അപ്പോൾ മിറാജിൽ ബുറാക്ക് മസ്ജിദുൽ അക്സയിൽ തന്നെ അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മിറാജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഇത് ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഹദീസ്, ഇതിന്റെ വിശാലമായ ചരിത്രത്തിൽ ഇതിന്റെ ഏറ്റവും സംക്ഷിപ്തമായി നമുക്ക് മിറാജിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ഹദീസാണ്. ഇതിൽ പിന്നെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫദഖൽതു അന വജിബ്രീലു ബൈത്തുൽ മുഖദ്ദസ് ഫസല്ല കുല്ലു വാഹിദിൻ മിന്നാ റകഅതൈനി സുമ്മ ഊതിയ ബിൽ മിറാജ് അല്ലദീ തഖ്റുജു അലൈഹി അർവാഹു ബനി ആദം ഫലം തറ
തറൽ ഖലായികു ഷൈഅൻ ഹുവ അഹ്സനു മിനൽ മിഅറാജ് അമാ റഅയ്തുമുൽ മയ്യിത ഹിന യുശഖിസു ബസറഹു ഇല സമാ ഫഇന്നമാ യുശഖിസു ഉജ്ബൻ ബിദാലിക്കൽ മിഅറാജ്. അതായത് മിഅറാജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കോണി എന്നാണ്. ഈ ഒരു ഹദീസിന്റെ അർത്ഥം, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനും ജിബ്രീലും ബൈത്തുൽ മഖദ്ദസിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും 2 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് മിഅറാജ് കൊണ്ടുവരപ്പെട്ടു. മിഅറാജ് എന്ന് പറഞ്ഞ കോണി എന്നാണ് അർത്ഥം. അതായത് പ്രകാശത്തിന്റെ ഒരു കോണി കൊണ്ടുവരപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രകാശത്തിന്റെ കോണിയെക്കുറിച്ചിട്ടുള്ള, അതിലൂടെയുള്ള ആരോഹണത്തെക്കുറിച്ചിട്ടുള്ള, അതിലൂടെയുള്ള അനുഗ്രഹീതമായ ഒരു യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ വേണം. പ്രകാശത്തിന്റെ ഒരു കോണി കൊണ്ടുവരപ്പെട്ടു. ആദം സന്തതികളുടെ ആത്മാക്കൾ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നത് അതിലൂടെയാണ്. ഏറ്റവും നിർണായകമായ, ഏറ്റവും നമ്മുടെ ചിന്തകൾക്ക് വിഷയീഭവിക്കേണ്ട, അഗാധമായ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചനക്ക് വിധേയമാകേണ്ട ഒരു ഭാഗമാണിത്. ആദം സന്തതികളുടെ ആത്മാവുകൾ ഈ മിഅറാജിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു കോണിയിലൂടെയാണ് ഉയർത്തപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു പരിശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചിട്ട് അതിഗഹനമായ രീതിയിൽ, ആഴമേറിയ രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരുടെയും ആത്മാവുകൾ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ആകാശ ലോകങ്ങളിലേക്ക് കയറുന്നത് ഈ മിഅറാജിലൂടെയാണ്. ഇതേ മിഅറാജിലൂടെ തന്നെയാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്നത്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ മിഅറാജിലൂടെ തന്നെയാണ് കയറുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രകാശത്തിന്റെ കോണിയിലൂടെ തന്നെയാണ് ഓരോ ആത്മാവുകളെയും. എന്നിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരിക്കുന്നത് സൃഷ്ടികൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണ്, ഏറ്റവും കണ്ണുകൾക്ക് നയനാനന്ദകരമായ, വളരെ സന്തോഷം നൽകുന്ന, അതിരറ്റ ആഹ്ലാദം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ആ പ്രകാശത്തിന്റെ കോണി. അപ്പോൾ എന്നിട്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, മരണസമയത്ത് ഒരാൾ തൻ്റെ കണ്ണ് ആകാശത്തേക്ക് തുറിച്ചു നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ മിഅറാജിന്റെ അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് അവരങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആ മിഅറാജിന്റെ കാഴ്ചകൾ ജീവിതത്തിൽ തന്നെ നിരന്തരം അനുഭവിക്കുന്ന ഒരാൾക്ക് ആ അത്ഭുതം ഉണ്ടാവില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? അവരന്ന് ആദ്യമായിട്ടല്ല ആ ഒരു മിഅറാജ് എന്ന് കാണുന്നത്. അവർ ഓരോ നിമിഷവും ആ മിഅറാജ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് അന്നൊരു അത്ഭുതം ഉണ്ടാവില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഓരോ ദിവസവും ഓരോ നിമിഷവും. ഞാൻ ഇപ്പോൾ അസ്ക്രമോയി പണ്ട് നമ്മളെ വെബ്സൈറ്റിൽ ഫേസ്ബുക്കിൽ എഴുതിയൊരു ലേഖനം ആലോചിക്കണം, ഓരോ ശ്വാസത്തിലും മിഅറാജ് പോകുന്നവർ എന്നൊരു ലേഖനം. അപ്പോൾ ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഒരു പരിശുദ്ധരായ മുറബിയായ ശേഖിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ഒരു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അതൊരു അത്ഭുതകരമാവുകയില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അപ്പൊ അങ്ങനെ ഈ മിഅറാജിലൂടെ കയറി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഇനി ആകാശ ലോകങ്ങളിലേക്കുള്ള അനുഗ്രഹീതമായ ആരോഹണത്തെക്കുറിച്ച്, ഈ ഒരു മിഅറാജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഈ സ്വർഗീയ ലോകങ്ങളിലേക്കുള്ള, വാനലോകങ്ങളിലേക്കുള്ള യാത്രയാണ് മിഅറാജ്. മിഅറാജ് ഒരു ഗോവണിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഓരോ ആകാശ കവാടങ്ങളിലും മലക്കുകൾ എന്ത് ചെയ്തു? ഊഷ്മളമായ ഹൃദ്യമായ വരവേൽപ്പായിരുന്നു. അവിടെ ഓരോരുത്തരും ആരാണ് അങ്ങയുടെ കൂടെയുള്ളത് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയും അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളും പ്രത്യേകതകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുകയും, അപ്പോൾ അവരൊക്കെയും അതിരത്ത ആഹ്ലാദത്തോടു കൂടി ഓരോ ആകാശവാതിലുകൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ തുറക്കപ്പെടുകയും അങ്ങനെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആകാശങ്ങളും തരണം ചെയ്തുകൊണ്ട് യാത്ര തുടരുകയും ചെയ്തു. ഇവിടെ ഇതിന്റെ മിഅറാജിന്റെ ഏറ്റവും പ്രത്യേകമായ അല്ലെങ്കിൽ സവിശേഷമായ നമ്മൾ സംസാരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു ഭാഗങ്ങളാണ് ആകാശ ലോകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സപ്തവാനങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വിസ്മയ വരവേൽപ്പിനെ കുറിച്ചുള്ള സംഭവങ്ങൾ. ഒന്നാം ആകാശത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. അവിടുന്ന് ഓരോ ഭാഗങ്ങളിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും അനേകം ആത്മാവുകൾ, അനേകം രൂപങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കി കരയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിച്ചു. അപ്പോൾ അതൊക്കെയും അവിടുത്തെ സന്തതികളാണെന്നും വലതുഭാഗത്തുള്ളവർ, നമ്മൾ ഖുർആനിൽ പറഞ്ഞതുപോലെ അസ്ഹാബുൽ മൈമിനി അല്ലെ, അപ്പോൾ വലതുപാർശ്വക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപാർശ്വക്കാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർ വലതുഭാഗത്തുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരും ഇടതുഭാഗത്തുള്ളവർ നരകത്തിൽ പ്രവേശിക്കുന്നവരുമായിരുന്നു. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം
കരഞ്ഞിരുന്നത് അല്ലെങ്കിൽ ചിരിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പിന്നീട് 7-ാം ആകാശത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പിന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള നബിമാരൊക്കെയും പ്രിയപ്പെട്ട സഹോദര എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അഭിസംബോധന ചെയ്തത്. ഇതും ഈ ഒരു അഭിസംബോധനയ്ക്ക് പോലും പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്. അപ്പം 2-ാം ആകാശത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അമ്മായിയുടെ മക്കളാണ് ഇവരും. പിന്നീട് 3-ാം ആകാശത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ഈ ഓരോ ആകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയും നമ്മൾ ഈ മനുഷ്യാത്മാവുകൾ സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും സഞ്ചരിക്കേണ്ട ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണെന്നും അതിനൊക്കെയും അതിൻ്റെ ആ ഒരു പ്രത്യേകമായ അറിവിന്റെ തലങ്ങളെ കുറിച്ചാണ് ഈ ഓരോ നബിമാരും പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മറ്റുള്ള നബിമാരെ ഇതിൽ കാണാത്തത്? അല്ലെങ്കിൽ ഉലുൽ അസ്മുകൾ, ഇപ്പൊ 5 നബിമാരെ പറയുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽ പെട്ട പ്രവാചകനായിട്ടും നൂഹ് നബി അലൈഹി ഇസ്ലാം നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ആകാശ ലോകങ്ങളുടെ കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമോ യഹ്യാ നബിയോ ഹാറൂൻ നബിയോ ഉലുൽ അസ്മുകളിൽ പെട്ടവരല്ല. പക്ഷെ അവരെ നമുക്ക് കാണാൻ കഴിയും. 2-ാം ആകാശത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഹ്യാ നബിയുമായിരുന്നു. 3-ാം ആകാശത്തിൽ യൂസുഫ് നബിയുമായിരുന്നു. ലോകത്തിന്റെ സൗന്ദര്യം, ഇത് എന്തുകൊണ്ടാണിത് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ പകുതി ഭാവവും നൽകപ്പെട്ട പ്രവാചകൻ എന്ന് എടുത്തു പറയുന്നത് എന്നുള്ളത് ഇതിലൊരു ഒരു പ്രത്യേകമായ പോയിന്റാണ്. കാരണം ആ ഒരു അറിവിന്റെ സൗന്ദര്യത്തെ കുറിക്കുന്ന ഭാഗങ്ങളാണത്. പിന്നീട് 4-ാം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബി 4-ാം ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ഇദ്രീസ് നബിയുടെ പ്രത്യേകത നമുക്കറിയാം. മരിക്കാതെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആ അത്യുന്നത സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിയ നബിയായിരുന്നു. പിന്നീട് 5-ാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരനാണ്. 6-ാം ആകാശത്തിൽ അവിടെ നമ്മൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കാണുന്നു. ഇവിടെ ആദ്യം തൂരി സീനയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ എന്താണ് പ്രത്യേകത? അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച സ്ഥലം പവിത്രമാക്കപ്പെട്ടതായിരുന്നു. ഫഖ്ലെ അലൈക ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന് ഖുർആൻ പറയുന്ന ആ ഒരു പരിശുദ്ധമായ തൂരി സീന. അവിടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. പിന്നീട് 7-ാം ആകാശത്തിൽ വീണ്ടും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. അപ്പോൾ ഈ ഒരു ആത്മീയമായ യാത്രയുടെ അനുഭവങ്ങളിലും അറിവുകളിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സവിശേഷമായ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ്. തനിക്കു ശേഷം വന്ന ഒരു പ്രവാചകൻ, തൻ്റെ ഇളയ സഹോദരനായ ഒരു പ്രവാചകന്റെ ഉമ്മത്തിന്, ആ ഉമ്മത്തിലെ ആളുകൾ തൻ്റെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമല്ലോ, അവർക്ക് നമുക്ക് പിന്നീട് അറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെങ്കിലും എനിക്ക് പെടണമെന്ന് ആഗ്രഹിച്ചു എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഈ 6-ാം ആകാശത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. 7-ാം ആകാശത്തിൽ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അവിടുന്ന് ബൈത്തുൽ മാമൂറിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഒരു രംഗങ്ങൾ, ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സച്ചരിതനായ മകനും പ്രവാചകനുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആദം നബിയും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നത്. മറ്റുള്ള നബിമാരൊക്കെയും സച്ചരിതനായ സഹോദര അല്ലെങ്കിൽ പ്രവാചകനെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം ആകാശത്തിലെത്തി. 7-ാം ആകാശത്തിൽ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മാമൂറിലേക്ക് ചാരിയിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ബൈത്തുൽ മാമൂർ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ഒരു പോയിന്റ്. ഈ ഒരു യാത്രയുടെ ആകാശങ്ങൾ കഴിഞ്ഞ് ഉള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബൈത്തുൽ മാമൂറാണ്. ഈ ബൈത്തുൽ മാമൂറിനെ കുറിച്ച് പറയുന്നത് കഅബയുടെ അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ഒരു കഅബയാണ്. ബൈത്തുൽ മാമൂറിന്റെ നേരെ താഴെയാണ് ഇപ്പോഴത്തെ കഅബ സ്ഥിതി ചെയ്യുന്നത് എന്നും മനുഷ്യർ കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ അനേകായിരം മലക്കുകൾ ബൈത്തുൽ മാമൂറിൽ വന്ന് തവാഫ് ചെയ്യുന്നു എന്നുള്ളതും ഓരോ ദിവസവും 70,000-ത്തിലധികം മലക്കുകൾ അവിടെ പ്രവേശിക്കുന്നു. അവിടുന്ന് ഒരു പ്രാവശ്യം അവിടെ നമ്മൾ തവാഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഹറമിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് പിന്നീട് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ഓരോ ദിവസവും 70,000 ആളുകൾ മലക്കുകൾ പ്രവേശിക്കുന്നു, പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. അങ്ങനെ പിന്നീട് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സിദ്റത്തുൽ മുൻതഹയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് ഏറ്റവും അറിവിന്റെ അനുഭവത്തിന്റെ ഏറ്റവും അങ്ങേയത്തിലാണ്. മനുഷ്യ
മനുഷ്യാത്മാക്കൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന, സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ മനുഷ്യാത്മാക്കൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന അറിവിൻ്റെ ആ ഒരു അവസാന തലമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഇലന്ത മരം. അവിടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്ന ഒരു അതിർത്തിയാണ്, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെയും ആകാശങ്ങൾ കഴിഞ്ഞിട്ടാണ് സിദ്റത്തുൽ മുൻതഹ. അപ്പൊ നമ്മൾ ആകാശങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു സന്നിധിയെക്കുറിച്ച്, അതിന്റെ രണ്ടിലും ഇടയിലുള്ള ഒരു അതിർത്തിയായിട്ടാണ് സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് പറയുന്നത്. അവിടെ അതിന്റെ ഇലകൾ ആനച്ചെവി പോലെ വലുതും കായ്കൾ വലിയ ഭരണികൾ പോലെയുമാണ്. വർണ്ണാഭമായ പ്രഭകളാൽ നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രഭയെ പോലെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ അവിടെ പാറിക്കളിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറയാറുള്ളത്. ആ ഒരു സൗന്ദര്യം, സിദ്റത്തുൽ മുൻതഹയുടെ ആ ഒരു അഭൗതികമായ സൗന്ദര്യം വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, പ്രിയപ്പെട്ട പ്രവാചകരെ, ഇനി അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ നിന്ന് ഒറ്റക്ക് പോകണം. ഈ ഒരു സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് എൻ്റെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ അവസാന ഇടമാണ്. ഇതിനപ്പുറത്തേക്ക് അവിടുന്ന് മാത്രം തന്നെ, അവിടുന്ന് ഒറ്റക്ക് തന്നെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കുന്നത് ഈ സിദ്റത്തുൽ മുൻതഹയുടെ ഭാഗത്തു നിന്നാണ്. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ യാത്രയെക്കുറിച്ച്, പ്രത്യേകിച്ച് സിദ്റത്തുൽ മുൻതഹയ്ക്ക് ശേഷമുള്ള യാത്രകളെക്കുറിച്ച് ബാഹ്യമായ ചരിത്രങ്ങളിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പിന്നീട് നമുക്കറിയാം പ്രകാശങ്ങളുടെയും ഇരുളുകളുടെയും അനേകം മറകൾ ഉണ്ടായിരുന്നു എന്നാണ് ഉസ്താദ് ഇതിനെ കുറിച്ച് വിശദീകരിക്കാറുള്ളത്. പണ്ട് ഉസ്താദ് എനിക്ക് എഴുതാൻ തന്ന ഒരു വിഷയത്തിലുണ്ടായിരുന്നു, ഈ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഒരു ഹൈറത്തിന്റെ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ പറഞ്ഞു, ഖിഫ് യാ മുഹമ്മദ് ഫഇന്ന റബ്ബക തുസല്ലി, മുഹമ്മദേ അവിടെ നിൽക്കൂ, നിങ്ങളുടെ റബ്ബ് തുസല്ലി എന്ന് പറയുമ്പോൾ നിസ്കരിക്കുക എന്നർത്ഥം വെക്കാം, അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലുക എന്നർത്ഥം വെക്കാം. രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. ഖിഫ് യാ മുഹമ്മദ് ഫഇന്ന റബ്ബക തുസല്ലി, നിൽക്കൂ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ റബ്ബ് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് സ്വലാത്ത് ചെല്ലുകയാണ് എന്നൊരു വെളിയാളം ഉണ്ടായി എന്നുള്ളത്. അതുപോലെ ഈ പ്രകാശങ്ങളുടെയും ഇരുളുകളുടെയും വളരെ അതിശക്തമായ പ്രവാഹത്തിന്റെ മറകളിലൂടെയായിരുന്നു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്നും, അവിടെയൊക്കെയും ബഹുമാനപ്പെട്ട ഹൗസുൽ ആലം സയ്യിദ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അവരുടെ ആ ഒരു അത്യുന്നതമായ ആ ഒരു സാന്നിധ്യം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അഭൗതികമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉസ്താദിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സാധാരണ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ അറിവുകൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ ഈ ഒരു സമയത്ത് ഒരുപാട് ഈ ഒരു രീതിയിൽ ബഹുമാനപ്പെട്ട, എനിക്ക് സമയം ഉണ്ടാവും തോന്നുന്നില്ല, ബഹുമാനപ്പെട്ട മൗല അലി കറമല്ലാഹു വജ്ഹു അവിടുത്തെ ഒരു പ്രാധാന്യവും ഈ ഒരു സവിശേഷമായ രംഗങ്ങളിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തായാലും പോകണം. ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം എന്ന് വെച്ചാൽ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ കുറിച്ചും അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഒക്കെ ഉസ്താദ് എപ്പോഴും പറയുള്ളത് പറഞ്ഞു ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പുറമാണോ, അല്ലെങ്കിൽ അള്ളാഹുവിനും അപ്പുറമാണോ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്ര അത്യുന്നതമാണ് അവിടുത്തെ ഒരു സ്ഥാനം എന്നുള്ളത്. അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, അവിടുന്ന് ഉസ്താദ് പറഞ്ഞു, ഈ അള്ളാഹുവിനോടൊപ്പമുള്ള ആ ഒരു പരിശുദ്ധമായ സന്നിധിയിൽ ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് വരികയും ആ കയ്യിൽ നിന്നൊരു മോതിരം കണ്ടപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോതിരം എടുക്കുകയും പിന്നീട് മേറാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട്, റസൂലെ ആ മോതിരം എനിക്ക് തരൂ, അതിൻ്റെ അല്ലേ എന്ന് ചോദിച്ചിട്ട് മേടിച്ചു എന്നുള്ളതാണ് ഒരു ചരിത്രം പറയുന്നത്. അതുപോലെ ഗ്രന്ഥങ്ങളിൽ സുന്നി സോഴ്സുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ചരിത്രം, ഞാനത് അലി റളിയല്ലാഹുവിന്റെ ഭാഗം ജസ്റ്റ് എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പ് പറയാം. കാണുന്നത് ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ഈ ഒരു അള്ളാഹുവിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ഭയങ്കരമായ, അലി റളിയല്ലാഹുവിന്റെ പേര് തന്നെ ഹൈദർ എന്നാണല്ലോ, അപ്പോൾ ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഒരു പ്രത്യേകമായ ഭാവത്തിൽ ഒരു ആശ്ചര്യജനകമായ ഭീതികരമായ ഒരു ഭാവത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രകാശങ്ങളുടെയും ഇരുളുകളുടെയും ഈ ഒരു പ്രവാഹത്തിനിടയിൽ പ്രത്യക്ഷപ്പെടുകയും, അപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മോതിരമെടുത്ത് ആ സിംഹത്തിന്റെ വായിൽ കൊടുത്തപ്പോൾ ആ സിംഹം അടങ്ങിയെന്നും, പിന്നീട് തിരിച്ചു വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ മോതിരം കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൊടുത്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുന്നി സോഴ്സുകളിൽ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഇവിടുന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഇനി നിസ്കാരം എന്ന പാരിതോഷികം, ഈ ഒരു മഹാവിസ്മയം പിന്നീട് കിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രകാശത്തിൻ്റെയും ഇരുളുകളുടെയും വിരികൾക്കും മറകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഏറ്റവും നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു പ്രണയ സല്ലാപം, പ്രണയികളുടെ ആ ഒരു ഫന, അല്ലെങ്കിൽ ആ ഒരു ലയനം, ആ ഒരു സമാഗമം അവിടെ കാബ കൗസൈനി അദന, നമ്മൾ ഈ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹുവിൻ്റെയും ഒക്കെ അതുപോലെയുള്ള പിന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഉസ്താദ് എപ്പോഴും പറയുന്ന അപ്പയുടെയോ അല്ലെങ്കിലൊക്കെ ഈ ഒരു കാബ കൗസൈനി എന്നുള്ളൊരു പ്രയോഗം മഹാന്മാരായ ജ്ഞാനിവര്യന്മാർ മുഴുവനും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു അതും ഒരു അറിവാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ അള്ളാഹുവിനോട് അടുത്തു എന്നും അവിടുന്ന് 5 വക്ത് നിസ്കാരമാകുന്ന ഏറ്റവും വലിയ ഉപഹാരം സമർപ്പിച്ചു. ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾ മുഴുവനും, ഈ മിസ്റാഇന്റെയും മിഅ്റാജിന്റെയും സമ്പൂർണമായ അനുഭവങ്ങൾ മുഴുവനും സംക്ഷിപ്തമാക്കിക്കൊണ്ട് ഒരു മഹാസാഗരത്തെ ഒരു തുള്ളിയിലാക്കിക്കൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുക്കും. ഇത് അവിടുത്തെ ഉമ്മത്തിന് നിങ്ങൾ കൊടുക്കൂ. ഈ ഒരു തുള്ളിയെ അവർ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ഒരു തുള്ളിയെ അവർ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, ആ ഒരു തുള്ളിയെ അവർ സ്വന്തത്തിൽ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ അവിടത്തേക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായോ ആ അനുഭവങ്ങളിലൂടെ മുഴുവനും അവിടുത്തെ ഉമ്മത്തിനും സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള അള്ളാഹുവിൻ്റെ ഉന്നതമായ ഒരു വാഗ്ദാനവും സമ്മാനവുമായിരുന്നു നിസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ തടയുകയും എൻ്റെ ഉമ്മത്തിന് പോലും ഇത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇളവ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇളവ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും 9 പ്രാവശ്യം പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചയച്ചു എന്നുള്ളതും അങ്ങനെ പിന്നെ 5 വക്താക്കി എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈന റബ്ബക തുസല്ലി സ്വലാത്ത്, അതും നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഉസ്താദ് എപ്പോഴും പറയുമല്ലോ, അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരേ ഒരു കാര്യം, അള്ളാഹുവും മലക്കുകളും ഒരുപോലെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം നിസ്കാരമാണ്, സ്വലാത്താണ്. അത് തന്നെ നിങ്ങളും യാ അയ്യുഹല്ലദീന ആമനു, അതും വിശ്വസിച്ചവരോട്, ഈമാനുള്ളവരോടാണ് ആ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പക്ഷെ നിങ്ങൾ ചൊല്ലൂ എന്ന് പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു സല്ലു, പിന്നെ അള്ളാഹു മലക്കുകളും ചൊല്ലുന്നു, നിങ്ങൾ ചൊല്ലു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ചൊല്ലു എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, അല്ലാഹുമ്മ സല്ലി, അള്ളാഹുവേ നീ ചൊല്ലു, സല്ലല്ലാഹു അലൈഹി അള്ളാഹു ചൊല്ലി. ഇങ്ങനെ എപ്പോഴും നമ്മൾ അള്ളാഹു ഇങ്ങോട്ട് തരുന്നു, നമ്മളിപ്പോൾ ഒരു പന്ത് ഇങ്ങോട്ട് ഇടുന്നു, നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന പോലെ അള്ളാഹു നമ്മോട് ചെല്ലാൻ പറയുമ്പോൾ നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് പറയും ഈ ചെല്ലിക്കോന്ന്, ഞങ്ങൾക്ക് ചെല്ലാറിയില്ല. അപ്പോൾ ഇവിടെയും ഈ ഒരു സ്വലാത്ത് എന്താണ് എന്നുള്ളൊരു അറിവ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സമയത്താണ് സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗങ്ങൾ, ആമിന റസൂലു എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതും ഈ മിഅ്റാജിന്റെ ഈ ഒരു സന്ദർഭത്തിലായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. കസ്തൂരി മണക്കുന്ന മണ്ണും മുത്തുകൾ നിറച്ച് കൊട്ടാരങ്ങൾ ഉണ്ടായി, അതുപോലെ കൗസർ ഉണ്ടായി, അതുപോലെ നരകത്തിന്റെ കാഴ്ചകൾ, ഉമർ റളിയല്ലാഹുവിന്റെ വീട് കണ്ടതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ മാലിക് റളിയല്ലാഹുവിനെ കണ്ട് സംസാരിച്ച സന്ദർഭങ്ങളെ കുറിച്ചിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. മാലിക് റളിയല്ലാഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിക്കാത്ത മലക്കാണ്, അല്ലെങ്കിൽ ചിരിക്കാത്ത ഒരേ ഒരു മലക്കാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇനി ഇതിന്റെ ചരിത്രം ചെറുതായിട്ട് ഒന്നുകൂടി വിശദീകരിക്കാം. ഇങ്ങനെ മക്കയിലേക്ക് തിരിച്ചെത്തി, അന്ന് രാത്രി തന്നെ മക്കയിലേക്ക് തിരിച്ചെത്തി, അല്ലെങ്കിൽ സുബ്ഹിന്റെ തിരിച്ചെത്തിയത് പിന്നീട് മസ്ജിദുൽ അക്സയിലേക്ക് എത്തി. മസ്ജിദുൽ അക്സയിൽ നിന്ന് ബുറാക്കിൽ ഏറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് വീണ്ടും ഹറമിലേക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നത്. സുബ്ഹിക്ക് മുമ്പേ തന്നെ തിരിച്ചെത്തി. ഇശാഇന് ശേഷം കിടന്നുറങ്ങിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് മുമ്പേ തിരിച്ചെത്തി. സുബ്ഹി തന്നെ നിസ്കരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അന്ന് സുബ്ഹി നിസ്കരിച്ചു എന്നാണ്. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടിയതനുസരിച്ച് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഒറ്റ രാത്രി കൊണ്ട് 3-4 മാസം കൊണ്ട് യാത്ര ചെയ്യുന്ന മസ്ജിദുൽ അക്സയിലേക്ക് എത്തിയെന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചോദിച്ച് അബൂജഹലും കൂട്ടരും കളിയാക്കുകയും പരീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും, മസ്ജിദുൽ അക്സയെക്കുറിച്ച് അറിയുന്ന, അവിടെ യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകൾ
അവരെ മുൻനിർത്തിക്കൊണ്ട് മസ്ജിദുൽ അക്സയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു അവിടെ ഒരു വലിയ മസ്ജിദുൽ അക്സയുടെ ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും അവിടുത്തെ ഓരോ ഭാഗങ്ങളും അവിടെ നിന്ന് അവർ ചോദിച്ചതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട് അതിന് ഉത്തരം കൊടുത്തു നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതുപോലെ വേറൊന്നുള്ളത് ഏറ്റവും പ്രത്യേകമായുള്ള ഈ വഴിയിൽ അവിടുന്ന് ഈ യാത്രക്കിടയിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ 3 യാത്രാ സംഘങ്ങളെ കണ്ടതിനെ കുറിച്ച് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, മുശ്രിക്കുകളോട് പറയുന്നുണ്ട്. അതിൽ ഒരു സംഘത്തിന്റെ ഒട്ടകം വഴി തെറ്റിയതിനെ കുറിച്ചിട്ട്, അതുപോലെ മറ്റൊരു സംഘത്തിൽ വെള്ളം കുടിച്ചതിനെ കുറിച്ചിട്ട്, ആദ്യം എത്തുന്ന യാത്രാ സംഘം ഏതാണ്, അതിന്റെ അടയാളങ്ങൾ എന്താണ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ടും എന്നിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ യാഥാർത്ഥ്യമായി പുലരുന്നതും ആ സംഘങ്ങൾ വരുന്നതും ആ കണ്ടിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല, പിന്നീട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു വിഷയം ഈ സംഘങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ സംഘത്തെ അറുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സംഘത്തെ കണ്ടിരുന്നത്. അവിടെ പിന്നെ അവർ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഒട്ടകം വിരണ്ടോടുകയും അത് എവിടെ അവർ അറിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട് അവരുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. പിന്നെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുധനാഴ്ച അവർ ഇവിടെ എത്തുകയും അവർക്ക് മുന്നിലുണ്ടാവുക ഒരു ചാര നിറത്തിലുള്ള ഒട്ടകമായിരിക്കും എത്തുക എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതുപോലെ കൃത്യസമയത്ത് തന്നെ ആ ഒരു സംഘം എത്തുകയും ചെയ്തു. രണ്ടാമത്തെ സംഘം പിന്നെ ദജ്നാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ആ സമയത്ത് അവരുടെ പാക്കൽ ആകെ ഒരു പാത്രത്തിലാണ് വെള്ളം ഉണ്ടായിരുന്നത്, അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിക്കുകയും അത് മൂടി അടച്ചു വെക്കുകയും പിന്നീട് ഈ വിഷയം പറഞ്ഞ് ഖുറൈശികൾ അവർ യാത്രാ സംഘം തിരിച്ചെത്തിയപ്പോൾ ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടായിരുന്നു, രാവിലെ എണീച്ച് നോക്കുമ്പോൾ വെള്ളമൊന്നും കണ്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. അതുപോലെ മൂന്നാമത്തെ സംഘത്തിൽ പിന്നെ ആ സംഘത്തിനെ കുറിച്ചിട്ട് ഒരു ഒട്ടകം വഴി തെറ്റിപ്പോയിരുന്നു. അപ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞ് ആ വിഷയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ സംഘവും അവർ എന്ത് ചെയ്തു, ഈ ഒരു സംഭവത്തെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷെ എന്നിട്ടും സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് പോലെ മറ്റുള്ള സിഹിറും അത്ഭുതങ്ങളും ഒക്കെ പറഞ്ഞതാക്കി. അങ്ങനെ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖിയത്തിനെ, നമ്മൾ കുറച്ച് മുന്നേ സിദ്ദീഖിയത്തിനെ കുറിച്ചിട്ട് ഒരു ദീർഘമായ ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ സിദ്ദീഖിയത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ജ്ഞാന വിശകലനത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് സമയമില്ലാത്തത് കൊണ്ട് നമുക്കത് പിന്നെ ഒഴിവാക്കിയാണ്. അപ്പോൾ അതിന്റെ അവസാനത്തെ ഒരു കാര്യം മാത്രം, അതായത് ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഫുസൂസുൽ ഹിക്കം ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച്, ഇസ്മായിൽ അഖിൽ ബറൂസവി തങ്ങൾ പിന്നെ യാത്രാഘട്ടങ്ങൾ പിന്നെ അപ്പം മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഭവനമായി വിശേഷിക്കപ്പെടുന്നു. ബുറാക്ക് എന്ന് പറയുന്നത് ഇലാഹി കാരുണ്യത്തിന്റെ ആകർഷണമായിട്ട്, ഖുദ്സിലെ പള്ളി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ആ ഒരു വിശുദ്ധമായ ഭവനത്തെക്കുറിച്ച്. അപ്പോൾ ഇബ്നു അറബി തങ്ങളൊക്കെ അള്ളാഹുവിലുള്ള യാത്ര, അള്ളാഹുവിലേക്കുള്ള യാത്ര, അള്ളാഹുവിലുള്ള യാത്ര, അള്ളാഹുവിൽ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞിട്ട് ഇബ്നു അറബി തങ്ങൾ കിതാബുൽ ഇസ്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കിതാബുൽ പിന്നെ ഇസ്ഫാർ, സഫറിനെയും ഇസ്ഫാർ 2 തലങ്ങളായിട്ടാണ് ഇതിന്റെ ആശയങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്ര സുഗമമായും അള്ളാഹുവിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായും ഒക്കെ ഇതിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് പറയാം. അവസാനം അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഭാഗം അതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇനി സംസാരിക്കാനുള്ള, അതായത് നിസ്കാരം, മുഅ്മിനിന്റെ മിഅ്റാജ് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ട് വളരെ ആഴത്തിൽ നമ്മൾ സംസാരിക്കേണ്ടതാണ്. അതുപോലെ അത്തഹിയാത്ത്, ഈ മിഅ്റാജിന്റെ വിഷയത്തിൽ ഏറ്റവും മനോഹരമായി സംസാരിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തിനെ കുറിച്ച് ഉസ്താദ് ഭയങ്കര ഒരു ആവേശത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സുജൂദിന്റെ മക്കാം, കാബ കൗസൈനി എന്ന് പറയുന്നതും എന്നുള്ള സുജൂദിന്റെ മക്കാമിനോടും ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ഓരോ മുഅ്മിനും ഓരോ ശ്വാസത്തിലും അൻഫാസിലൂടെയും മുറാഖബയിലൂടെയും എങ്ങനെയാണ് മിഅ്റാജ് പോവുക എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ഈ ജ്ഞാന ലോകങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ അലി റളിയല്ലാഹുവിനെ ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണ്, അലി റളിയല്ലാഹു അതിന്റെ കവാടമാണ്, അന മദീനത്തുൽ ഇൽമി വലിയുൻ ബാബു എന്ന് നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും എന്തുകൊണ്ടാണ് എല്ലാ ത്വരീഖത്തുകളിലും അല്ലെങ്കിൽ എല്ലാ വിജ്ഞാന ശാഖകളിലും അലി റളിയല്ലാഹുവിന് ഇത്രമേൽ പ്രാധാന്യം വരുന്നത്, അല്ലെങ്കിൽ ആത്മീയമായ തസൂഫിന്റെ ലോകത്തിൽ, ആത്മജ്ഞാന ലോകത്ത് അലി റളിയല്ലാഹുവിന് ഇത്രമേൽ പ്രാധാന്യവും പിന്നെ ഗൗരവവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില വിശദീകരണം. കാരണം അലി റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മിഅ്റാജിന്റെ ഈ ഒരു അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ പോകുമ്പോൾ ഓരോ ആകാശത്തിലും
ഓരോ ആകാശത്തിലെ ആളുകളും അലി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അതിയായി കൊതിച്ചിരുന്നു എന്നും അവർ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പ്രകടിപ്പിച്ചിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ, ഇതൊക്കെ ഞാൻ പറയുന്നത് സുന്നി സോഴ്സുകളിൽ തന്നെയാണ്. കാരണം ഷിയാ സോഴ്സുകൾ ഇതിനേക്കാൾ കൂടുതൽ കാണാൻ കഴിയും. പിന്നെ അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അന്നത്തെ ചരിത്രകാരന്മാരും മുഹദ്ദിസുകൾ പോലും അലി റളിയല്ലാഹുവിന്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ വളരെ വിസമ്മതിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ മദ്ഹബുകളുടെയും ത്വരീഖത്തുകളുടെയും ഒക്കെ ഏറ്റവും, അതുപോലെ ശാസ്ത്രത്തിന്റെയും, ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയും. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു ഷെയ്ഖായിരുന്നത് പോലെ തന്നെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖായിരുന്നു. അപ്പോൾ ഈ ഒരു ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സമയത്ത് തസൂഫിലാണ് അവിടുത്തെ ദർസെങ്കിൽ, അടുത്ത സമയത്ത് ഖുർആനിൽ, അടുത്ത സമയത്ത് ഹദീസിൽ, അടുത്ത സമയത്ത് നെഹ്വിൽ, അടുത്ത സമയത്തിൽ കെമിസ്ട്രിയിൽ, അടുത്ത സമയത്ത് ജോഗ്രഫി, അതുപോലെ വാനശാസ്ത്രം, എല്ലാ രീതിയിലും അവിടുത്തെ ദർസുണ്ടായിരുന്നു എന്നാണ്. ഇത്രയും കൂടുതൽ ഇപ്പോൾ ജാബിർ ബിൻ ഹയ്യാൻ, കെമിസ്ട്രിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാന്റെ ഷെയ്ഖും ജാഫർ സാദിഖ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അവിടുന്ന് അർഹിക്കുന്ന ഇമ്പോർട്ടൻസിൽ നമ്മൾ എവിടെയും നമ്മൾ ചരിത്രത്തിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ 10-12 കൊല്ലം പഠിച്ചിട്ടും നമ്മൾ വഴിയിലേക്ക് വന്നിട്ട് ഇമാമുമാരെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇവരുടെ പ്രാധാന്യം. കാരണം അവർ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അവരിൽ നിന്ന് വന്ന ഹദീസുകളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ ഒരുപാട് വിസ്മരിക്കപ്പെട്ടു പോയി പ്രത്യേകമായ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതമാണോ, ആശ്ചര്യമാണോ, പേടിയാണോ, സന്തോഷമാണോ, ആഹ്ലാദമാണോ ഒക്കെ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനവും ആശ്വാസവും നൽകാൻ വേണ്ടി അള്ളാഹു സംസാരിച്ചത് തൻ്റെ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടുന്ന് അലി റളിയല്ലാഹു അൻഹു അള്ളാഹു 3 ഉന്നതമായ പദവികൾ നൽകുകയും, അമീറുൽ മുഅ്മിനീൻ, മുസ്ലിങ്ങൾ സയ്യിദുൽ മുസ്ലിമീൻ എന്നുള്ള, അതുപോലെ ഇമാമുൽ മുത്തഖീൻ, ഖായിദുൽ ഉരുദിൽ മുഹജ്ജലീൻ എന്ന് പറയുന്ന 3 സ്ഥാനങ്ങൾ അലി റളിയല്ലാഹു അൻഹു കൊടുത്തു എന്നും അള്ളാഹു സമ്മാനമായി അലി റളിയല്ലാഹു അൻഹു കൊടുത്തു എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ഒരു സംസാരം എത്രത്തോളം നിങ്ങൾക്കത് താല്പര്യമായി, അല്ലെങ്കിൽ എത്രത്തോളം അത് കേൾക്കാൻ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്തായാലും ഇസ്രായിനെയും മിറാജിനെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബാഹ്യമായ വശങ്ങൾക്കപ്പുറം അതിൻ്റെ ആന്തരികമായ തലങ്ങളെ കുറിച്ചിട്ട് അഗാധമായ രീതിയിൽ നമ്മൾ അറിയാനും പഠിക്കാനും, എന്നിട്ട് ആ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് പരിശുദ്ധരായ നമ്മുടെ ഉസ്താദിൻ്റെ ആ പരിശുദ്ധമായ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ നിർദ്ദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ. അതല്ലാതെ ഒരു ബുറാക്കില്ലാതെ, ഒരു ജിബിരിയിലില്ലാതെ, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഔസുല്ലാദമിലൂടെ, അലിയുൽ മുർത്തദാ തങ്ങളിലൂടെ, ആ ഒരു യാത്രയിലൂടെയാണ് ഇപ്പൊ പുസ്തകം പറയുന്നത് പോലെ അസ്സലാമു അലൈന, ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു സമാധാനത്തിൻ്റെ, ആ ഒരു പ്രണയത്തിൻ്റെ, ആ ഒരു വാത്സല്യത്തിൻ്റെ, ആർദ്രതയുടെ ആ ഒരു മഹാ അനുഭവത്തിലേക്ക് സർവ്വ മുഅ്മിനീങ്ങളെയും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ച ആ ഒരു മനോഹരമായ നിമിഷം, വാക്കുകൾ മൗനത്തിൽ ലയിച്ചു ചേരുന്നിടത്ത്, നീയും ഞാനും എന്ന ഭേദമില്ലാകുന്നിടത്ത് 2 വില്ലുകൾ ചേർത്ത് വെച്ച പോലെ പ്രണയം പൂർത്തു. ആകാശങ്ങളിലേക്കില്ല നിന്റെ യാത്രയെങ്കിൽ നിന്നെ നീ കണ്ടുമുട്ടുകയില്ല. അഹന്തയുടെ കറുത്ത തുണികൾ കീറിയെറിയൂ, നിന്റെ ഉള്ളിലെ മിറാജുകൾക്ക് ചിറകുകൾ നൽകൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.